Good evening. അപ്പോൾ ഇലക്ട്രോകെമിസ്ട്രിയുടെ ലെക്ചർ 2 ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇലക്ട്രോളിസിസ് എന്ന ടോപ്പിക്കിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ ഓക്കെ യെസ് ഓക്കെ നോക്കിക്കോളണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ ഓക്കെ നോക്കിക്കോ മക്കളെ. How many cc of oxygen will be liberated by 2 ampere current flowing for 3 minutes and 13 seconds through acidilated water? നോട്ട്ബുക്ക് പെൻ ഒക്കെ കയ്യിലുണ്ടാവുക, പെൻസിലും ഒക്കെ കയ്യിലുണ്ടാവുക. ഞാൻ ഇൻഫർമേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്യാൻ പറയും. ആ നോട്ട് ചെയ്ത ഇൻഫർമേഷൻസ് ഞാൻ ബോർഡിലേക്ക് പോകുമ്പോൾ എനിക്ക് പറഞ്ഞു തരുകയും വേണം. ഹൗ മെനി സി സി, സി സി എന്ന് പറഞ്ഞാൽ ക്യൂബിക് സെൻറ്റിമീറ്റർ അഥവാ സെൻറ്റിമീറ്റർ ക്യൂബ് അഥവാ എം എൽ. അപ്പോൾ ഹൗ മെനി സി സി മീൻസ് ഹൗ മെനി എം എൽ എന്നാണ് മീനിങ്. ഓഫ് ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഓക്സിജൻ വിൽ ബി ലിബറേറ്റഡ് ബൈ 2 ആംപിയർ കറണ്ട് flowing for 3 minutes and 13 seconds through the acidilated water means acidified water. സാറിന് സ്ക്രീൻ നോക്കി വായിക്കാൻ പാടാം. അപ്പോൾ സാറ് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഹൗ മെനി എം എൽ ഓഫ് ഓക്സിജൻ? സാർ ബോർഡിൽ ചെയ്യാം, വരൂ. ഓക്കെ, ഹൗ മെനി എം എൽ ഓഫ് ഓക്സിജൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ വെരി സിമ്പിൾ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഓക്സിജൻ? Volume of oxygen liberated at STP. ഇതിൻ്റെ പഠിപ്പിച്ച ഇക്വേഷൻ ഓർമ്മയുള്ള ആർക്ക് വേണമെങ്കിലും പറയാം, പറഞ്ഞോളൂ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, 5600. അതിന് പകരമാണ് നിങ്ങൾ 5.6 പറയുന്നത്. കറക്റ്റാണ്. അത് ലിറ്ററിലാണ്. ഇത് സാർ എം എൽ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ 96,500 എന്നാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. നമുക്ക് ഓർമ്മയുണ്ടാവും. ഇത്രയും മില്ലി ലിറ്റർ ആണ് കിട്ടുക. ഓക്കെ അല്ലേ? 5600 ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ടി ആണ്, ഡിവൈഡഡ് ബൈ 96,500. ഇത്രയും എം എൽ ആണ് നമുക്ക് കിട്ടുക. സോ 5600 ഇൻറ്റു ഐ എന്താണ് മക്കളെ? ഐ ഈസ് കറണ്ട് ഇൻ ആംപിയർ. ഇതാ നോക്കിയിട്ട് പറഞ്ഞോ. എത്ര ആംപിയറാ? 2 ആംപിയർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ 2 ആംപിയർ ഇൻറ്റു ടി ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. ടി ടൈം ഇൻ സെക്കൻഡ്സ് എത്ര ടൈം എന്ന് പറഞ്ഞു നോക്കളെ? 3 മിനിറ്റ്സ് ആൻഡ് 13 സെക്കൻഡ്സ്. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, 3 മിനിറ്റ് ആകുമ്പോൾ 3 ഇൻറ്റു 60, അപ്പോൾ 180 ആയി അല്ലേ? പ്ലസ് 13 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പം മൊത്തം 13 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. അപ്പം മൊത്തം എത്ര സെക്കൻഡാ? 193 സെക്കൻഡ്. അപ്പം ടി എന്ന് പറയുന്നത് 193 ആണ്, ഡിവൈഡഡ് ബൈ 96,500. ഓക്കെ, അത്രയും എം എൽ എന്ന് കിട്ടും. ഓക്കെ, ഇനി ബാക്കി ആരുടെ പണിയാണ്? നിങ്ങളുടെ പണിയാണ്. ഇത് ചെയ്തത് മനസ്സിലായോ? ഓക്കെ, അപ്പം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എൻട്രൻസ് ചെയ്യാൻ വേണ്ടി ഒരു ബുക്കൊക്കെ മാറ്റി വയ്ക്കണം. ഇനിയെല്ലാം വളരെ സീരിയസ് ആണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറയാനുണ്ടാവും. അപ്പോഴത്തൊന്നും ഇല്ലെന്ന് പറയരുത്. സോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ ഉടൻ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്രേക്ക് സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിടാം. ഓക്കെ, വോളിയം ഓഫ് ഓക്സിജൻ ലിബറേറ്റഡ് എസ് ടി പി ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ക്യൂവിന് പോലെ ഐ ടി എന്ന് എഴുതാൻ പറ്റും. ഐയും ടിയും ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ, അപ്പോൾ എത്രയും വേഗം ചെയ്യുക, ആൻസർ പറയുക. വേഗാവട്ടെ, എത്രയും വേഗം ചെയ്യുക, എന്നിട്ട് ആൻസർ പറയുക. കാൽക്കുലേറ്ററൊക്കെ അടിച്ച് നോക്കരുത്, കാരണം ഇത് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കാണാമല്ലോ നന്നായിട്ട്.
കഴിഞ്ഞോ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? എത്ര കിട്ടി മക്കളെ? ഓക്കെ, ഇതിനകത്ത് 22.4 എന്ന് ആൻസർ കിട്ടി. ആർക്കാ കിട്ടിയത്? ജാനകി. ഓക്കെ, സൈജ കിട്ടിയില്ലേ? ഫാത്തിമ വേഗം പറയൂ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് മടങ്ങണു. ഓക്കെ, ക്വസ്റ്റ്യൻ എത്രയാണ്? 22.4 ആണ്. അപ്പോൾ ആരോ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറഞ്ഞു. കുഴപ്പമില്ല, കാൽക്കുലേഷൻ പ്രോപ്പർ ചെയ്താൽ കിട്ടിക്കോളും. ഐഡിയ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ? ഒരു കുഴപ്പമില്ലല്ലോ മക്കളെ? മനസ്സിലായി. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. സാർ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ കീ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് ടെൻഷൻ വേണ്ട. ചെയ്ത് നോക്കിയിട്ട് കീ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ സാർ, ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകുന്നു. പോവല്ലോ? ഓക്കെ ശരി സാർ, ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകുന്നു. നോക്കിക്കോളൂ. 2.5 Farad of electricity is passed through a solution of copper sulfate. The number of gram equivalents of copper deposited on cathode will be. ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ വായിച്ചേ. 2.5 Farad of electricity is passed through a solution of copper sulfate. The number of gram equivalents of copper deposited on cathode will be എന്നാണ്. ഞാൻ നിങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് 1 ഫാരഡെ കടത്തിവിട്ടാൽ 1 ഗ്രാം ഇക്വലന്റ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ 2 ഫാരഡെ കടത്തിവിട്ടാൽ 2 ഗ്രാം ഇക്വലന്റ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ 2.5 ഫാരഡെ കടത്തിവിട്ടാൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും? 2.5 gram equivalents. എന്താണ് ക്വസ്റ്റ്യൻ? 2.5 Farad of electricity is passed through a solution of copper sulfate. The number of gram equivalents of copper deposited on the cathode will be എന്നാണ് ക്വസ്റ്റ്യൻ. The right answer is 2.5. Clear? Yes. Clear. Okay. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ, സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലായിരുന്നു, അടുത്തതിലോട്ട് പോട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ശരി, സോ യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 വായിച്ചേ എല്ലാവരും. On passing 1 Farad of electricity through the electrolytic cell containing Ag plus Ni2 plus Cr3 plus ions, the deposited silver, nickel, chromium. അതിൻ്റെ atomic mass എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഓൺ പാസിങ് 1 Farad of electricity എന്നല്ലേ മക്കളെ? അപ്പോൾ 1 Farad of electricity കടത്തി വിട്ടു. അപ്പോൾ അവിടെ Ag plus Ni2 plus Cr3 plus ഉണ്ട്. ആ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ വായിച്ചോളാം നിങ്ങൾക്ക്. 1 പാസിങ് 1 ഫാരഡേ. അപ്പോൾ നിങ്ങൾക്കറിയാം 1 ഫാരഡേ കടത്തി വിട്ടാൽ 1 ഗ്രാം ഇക്വലന്റ് അല്ലേ മക്കളെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോട്ടാ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കണം. ദ 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് സാർ കടത്തിവിടുന്നത്. ഓക്കെ, അപ്പോൾ 1 ഗ്രാം ഇക്വലന്റ് ആണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ. 1 ഗ്രാം ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസിന്റെ ഇക്വലന്റ് മാസ് എത്രയാണോ അത്രയും ഗ്രാം ആണ് 1 ഗ്രാം ഇക്വലന്റ്. സാർ പഠിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എങ്കിൽ വരൂ മക്കളെ, നമുക്ക് ആദ്യം സിൽവറിന് എത്ര ഡെപ്പോസിറ്റ് ചെയ്തു നോക്കാം. ഓക്കെ, 1 ഫാരഡേ കടത്താൽ 1 ഗ്രാം ഇക്വലന്റ്. 1 ഗ്രാം ഇക്വലന്റ് മീൻസ് ഇക്വലന്റ് മാസ് ഇൻ ഗ്രാം. വാട്ട് ഈസ് ഇക്വലന്റ് മാസ് ഓഫ് സിൽവർ? Equivalent mass of silver is equal to atomic mass by valency. So what is atomic mass given? 108. അതിന്റെ വാലൻസി നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് Ag പ്ലസ് എന്ന് തന്നത്, വാലൻസി 1. സോ ആൻസർ 108 ഗ്രാം എന്ന് കിട്ടി. ഇത് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അടുത്തത് നിങ്ങൾ Ni2 പ്ലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Ni2 പ്ലസിൻ്റെ. ഓക്കെ, അപ്പം എത്ര നിക്കൽ ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് അറ്റോമിക് മാസ്? 59 ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? എവിടെ നിന്ന് വന്നു ഈ 2? 59 അറ്റോമിക് മാസ് ആണ്. അതിന്റെ വാലൻസി Ni2 പ്ലസ് ആയിരുന്നു. അപ്പൊ ഡിവൈഡ് ബൈ 2. 59 ബൈ 2 എത്ര മക്കളെ? 29.5 അല്ലേ? ഓക്കെ, 29.5 ഗ്രാം. ഓക്കെ, ആയിക്കോട്ടെ. നിക്കൽ. അടുത്ത് ക്രോമിയം ആണ്. അവിടെ ക്രോമിയം 3+ എന്നായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ക്രോമിയത്തിൻ്റെ അറ്റോമിക് മാസ് 52 ആണ് തന്നിട്ടുണ്ടായിരുന്നത്, ഡിവൈഡ് ബൈ 3. സോ 52 ഡിവൈഡ് ബൈ 3 എത്ര? ഓക്കെ, 17.3. ഒക്കെ 3 എന്ന് പറഞ്ഞ് പോകുമായിരിക്കും. ഓക്കെ, 3 ഗ്രാം. ഓക്കെ, അപ്പം 1 ഫാരഡേ കടത്തി വിറ്റാൽ 1 ഗ്രാം ഇക്വലന്റ് ഡെപ്പോസിറ്റ് ചെയ്യും.
1 gram equivalent means equivalent mass in gram ആണ്. equivalent mass കണ്ടുപിടിക്കാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ അറ്റോമിക് മാസ് തന്നിരുന്നു. ഡിവൈഡ് ബൈ ആ വാലൻസ് ഇടുക, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മടങ്ങിയാൽ ഒരു ക്വസ്റ്റ്യനിലേക്ക് മടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക നോക്കൂ. സിൽവർ 108 ഗ്രാം, ഓപ്ഷൻ ഉണ്ടല്ലോ. നിക്കൽ 29.5 ഗ്രാം, ക്രോമിയം 17.3 ഗ്രാം. ആൻസർ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായോ? എല്ലാവരോടും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ബോർഡ് കാണിച്ചു തരണ്ടേ എഴുതാൻ വേണ്ടിയിട്ട്? എഴുതിയ എല്ലാവരും? ആ, എഴുതാത്തൊരു വേഗം എഴുതണം. എഴുതാത്തൊരു വേഗം എഴുതണം. ഓക്കെ, ആയിക്കോട്ടെ. നേഹ കയറിയില്ലേ? ആ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ. സോ സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇതാ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾക്ക് വായിക്കാം. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 4? എ സർട്ടൺ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ an aqueous solution of silver nitrate and cupric salt solution connected in series. The amount of silver deposited is 1.08 gram. Then the amount of copper deposited. Okay. ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുമ്പോൾ ആദ്യമായിട്ട് വായിക്കുന്നത് കൊണ്ട് തന്നെ ഇറ്റ് മേ ബി ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാം. പക്ഷെ ആക്ച്വലി ഇതെല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കണം. A certain quantity of electricity is passed through an aqueous solution of silver nitrate and cupric salt. Cupras means Cu plus, cupric means Cu2 plus. Okay? Okay. ഇനി കണക്റ്റഡ് ഇൻ സീരീസ് ആയിക്കോട്ടെ. The amount of silver deposited is 1.08. എങ്കിൽ amount of copper deposited ആണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴെങ്കിലും ഒരാളുടെ എമൗണ്ട് തന്നിട്ട് മറ്റേയാളുടെ എമൗണ്ട് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ യു ക്യാൻ യൂസ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിൽ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓർമ്മയുള്ളവർക്ക് പറയാം എത്രയും വേഗം. ഓക്കെ, വെരി ഗുഡ്. W1/W2 is equal to E1/E2. ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് വന്നേ. അപ്പോൾ സാറ് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിരുന്നു. അപ്പോൾ W1 ഡിവൈഡഡ് ബൈ W2 is equal to E1 ഡിവൈഡഡ് ബൈ E2. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ആയിക്കോട്ടെ, ശരി. അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് സിൽവറിൻ്റെ വെയിറ്റ്, അപ്പോൾ W1 ഉണ്ട് 1.08. അപ്പോൾ ഞാൻ W1 കൊടുക്കാൻ പോകുന്നു. കോപ്പറിൻ്റെ W2, അപ്പോൾ അത് രണ്ടും ആയി. വന്നേ. സോ W1 1.08 ഡിവൈഡഡ് ബൈ W2 is equal to, ഒന്നാമത്തെ ആൾ സിൽവർ ആണ്. അപ്പോൾ സിൽവറിൻ്റെ ഇക്വലന്റ് മാസ് നിങ്ങൾ അവിടെ എഴുതണം. സിൽവറിൻ്റെ ഇക്വലന്റ് മാസ് നമ്മൾ 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അറ്റോമിക് മാസ് ബൈ വാലൻസി. അറ്റോമിക് മാസ് 108 എൻ്റെ വാലൻസി 1. അപ്പോൾ അത് 108 ആണ് എൻ്റെ ഇക്വലന്റ് മാസ്. അപ്പോൾ E1 108 എന്ന് കൊടുക്കണം. ഡിവൈഡ് ബൈ E2. രണ്ടാമത്തെ ആൾ കോപ്പറാണ്. കോപ്പറിൻ്റെ ഇക്വലന്റ് മാസ് എത്ര? അറ്റോമിക് മാസ് 63.5. കുപ്രസ് അല്ല, കുപ്രിക് ആയതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 2. കുപ്രസ് സാൾട്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഡിവൈഡ് ബൈ 1 ഇട്ടനെ. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത് എത്രയാണ്? 31.75 എന്ന് കിട്ടും. എത്രയും വേഗം നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് W2 കണ്ടുപിടിച്ച് ആൻസർ പറയാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, കിട്ടിയോ? ജസ്റ്റ് ഒരു മിനിറ്റ്, നമ്മുടെ ഓപ്ഷനിലേക്ക് പോവാം. അപ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാനിത് ഒരൊറ്റ കാര്യം ചെയ്തോട്ടെ.
ഓക്കെ, എത്ര ആൻസർ കിട്ടിയതെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. 0.3177 ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടോ അതിനകത്ത്? ഓപ്ഷൻ സി. നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, യെസ്, ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഇനി അടുത്തത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. സോ ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് വായിച്ചേ നിങ്ങൾ. ദ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ഓഫ് സിൽവർ ഈസ് 0.001118 gram. When an electric current of 0.5 ampere is passed through an aqueous silver nitrate solution for 200 seconds, the amount of silver deposited is 0.5 ampere. ഓർക്കണേ സാർ ബോർഡിൽ പോകുമ്പോൾ. അതുപോലെ സിൽവർ നൈട്രേറ്റ് എത്ര സെക്കൻഡാ? 200 സെക്കൻഡ് അല്ലേ? ആ സമയത്തുള്ള എമൗണ്ട് ഓഫ് സിൽവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 0.001118 അത് ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബോർഡിൽ പോകാം. വരൂ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാമല്ലോ 1 കൂളം കടത്തിവിട്ടാൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യുമോ അതിൻ്റെ പേരാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. ശരിയല്ലേ? 1 കൂളം കടത്തിവിട്ടാൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും? Z. അതാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റിന്റെ വാല്യൂ 0.001118 gram എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്നാണ് സാറിന്റെ ഓർമ്മ. കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്യും മക്കളെ. 0.001118 gram. ഓക്കെ, ആയിക്കോട്ടെ. ശരി, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നോക്കിക്കോളൂ. ഇവിടെ എത്ര കൂളമ്പാണ് ഇവിടെ കയറ്റി വിട്ടതെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലല്ലോ? ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം Q is equal to I into T ആണ്. ഇതാണ് ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. I കറണ്ട് ഇൻ ആംപിയർ. ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് ഇൻ ആംപിയർ 0.5 അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇത് 0.5 എന്ന് കൊടുത്തു. ഇൻറ്റു T ടൈം ഇൻ സെക്കൻഡ്സ്, അത് 200 അല്ലേ മക്കളെ? ഓക്കെ, അപ്പോൾ 0.5 into 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 എന്ന് കിട്ടും. അത്രയും കൂളമ്പ്. കറക്റ്റ് ആണല്ലോ? 0.5 മീൻസ് ഹാഫ് മക്കളെ. ഹാഫ് ഇൻറ്റു 200 100. അപ്പോൾ 100 കൂളമ്പ് എന്ന് കിട്ടിയിട്ടുണ്ട്. 1 കൂളം കടത്തി വിട്ടാൽ ഇത്ര ഡെപ്പോസിറ്റ് ചെയ്യുമെങ്കിൽ 100 കൂളം കടത്തി വിട്ടാൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്യും? ഉടനെ നിങ്ങൾക്ക് ആൻസർ പറയാം. ഇത്രയും ഇൻറ്റു 100. ശരിയല്ലേ? എത്ര? കേട്ടില്ല, തെറ്റിക്കരുത്. 1 പോയിന്റ് പോകൂല മക്കളെ. 100 ആണ്. 100 2 പ്ലേസ് അല്ലേ മാറുള്ളൂ. 0.118 gram ആയിരിക്കും ആൻസർ. ക്ലിയർ ആയോ? ആയില്ലേ? ഒരു 1 കൂടെ ഉണ്ട്. ഓക്കെ ഓക്കേടാ, ഒരു 1 കൂടെ ഉണ്ട്. ഓക്കെ, ഗുഡ്. അപ്പൊ 0.118 gram. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ അവിടെ ഓപ്ഷനിൽ അത് ഉണ്ടോ എന്ന് നോക്കാം. 0.1118 gram. വിച്ച് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ? പറഞ്ഞോളൂ. ഓപ്ഷൻ ബി. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് പോകുന്നു. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ പ്രത്യേകത? ഓൺ ദ ഇലക്ട്രോളിസിസ് ഓഫ് അസിഡിഫൈഡ് വാട്ടർ, if volume of hydrogen liberated is 5.6 centimeter cube, then the volume of oxygen liberated is equal to എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നലെ ഈ ടോപ്പിക്ക് നമ്മൾ പഠിച്ച സമയത്ത് നമുക്ക് വോളിയം ഓഫ് ഹൈഡ്രജനും ക്ലോറിനും വോളിയം ഓഫ് ഓക്സിജനുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. എന്താണ് ഇക്വേഷൻ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. volume of hydrogen liberated or chlorine liberated at STP അല്ലേ? ഈക്വൽ ടു എത്ര മക്കളെ? ഓക്കെ, വെരി ഗുഡ്. 2 times the volume of oxygen liberated at STP. അങ്ങനെയല്ലേ? ഓക്കെ. അല്ലാതെ നമ്മൾ വേറെ നമുക്ക് നോർമലി ചെയ്ത് കണ്ടുപിടിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. കാരണം എൻട്രൻസ് ആണ്. സോ ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പോകണം. ക്വസ്റ്റ്യൻ എന്താണ്?
On the electrolysis of acidified water, if volume of hydrogen liberated is 5.6 centimeter cube, then the volume of oxygen liberated is equal to one question. So hydrogen liberated എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 5.6 ആടാ. അപ്പോൾ 5.6 ലിറ്റർ ഈക്വൽ ടു 2 into volume of oxygen liberated, volume of O2 liberated at STP. എത്ര ഈസിയാണ്. അങ്ങനെയാണെങ്കിൽ what is the volume of oxygen liberated at STP? Sir, it is very simple, sir. 5.6 divided by 2 liter. So what will be the right answer? 2.8. Okay, 2.8 liter. That's good. ഈ 2.8 liter എന്ന ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ചെക്ക് ചെയ്യാൻ വരൂ. 2.8 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്, അതുപോലെ 5.6 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്, 8.4 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്, 11.2 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് 5.6 സെന്റിമീറ്റർ ക്യൂബ് എന്നാണ്. നമ്മൾ എഴുതിയപ്പം ഇവിടെ 5.6 ലിറ്റർ എന്നാണ് എഴുതിയത്. അപ്പോൾ അതിനു പകരം നമ്മൾ സെന്റിമീറ്റർ ക്യൂബാണ് ഇടേണ്ടിയിരുന്നത്. ശരിയല്ലേ? കാരണം ലിറ്റർ എന്നുള്ള വാല്യൂലല്ല തന്നിരുന്നത്, സെന്റിമീറ്റർ ക്യൂബാണ്. സോ 2.8 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ദ റൈറ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ എല്ലാവരും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിക്കോളൂ. ഹൗ മെനി കൂളംസ് ഓഫ് ഇലക്ട്രിസിറ്റി ആർ കൺസ്യൂംഡ് വെൻ 100 milliampere current is passed through the solution of AgNO3 for half an hour during an electrolysis experiment? Okay, so it is a simple question. എന്താണ് question? How many coulombs of electricity? How many coulombs of electricity means എത്ര quantity of charge കടന്നുപോയി. Quantity of charge Q is equal to എന്താ equation പറയൂ? പറ. IT. Okay, very good. Q is equal to I into T. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, I തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. I എത്രയാണ്? 100 മില്ലി ആംപിയർ. ശരിയല്ലേ? അതുപോലെ T എത്രയാണ്? ഹാഫ് ആൻ അവർ. ഓർക്കുമല്ലോ അത് രണ്ടും? ഓക്കെ, അപ്പോൾ സാറ് ബോർഡിലേക്ക് വന്നോളൂ. അപ്പോൾ ഇവിടെ കണ്ടെത്തേണ്ടത് Q ആണ്. Q is equal to I into T ആണ്. What is I? Sir, I is current in ampere. അല്ലേ മക്കളെ? So what is current? Current എത്ര മക്കളെ? 100 milliampere means 100 into 10 raised to minus 3 ampere. ശരിയല്ലേ? മില്ലിയെ ഒഴിവാക്കണം. മില്ലി ഒഴിവാക്കാൻ മില്ലി അങ്ങ് മാച്ചു കളയണം. എന്നിട്ട് എത്രയാണോ മില്ലി അതിനെ അവിടെ എഴുതി കൊടുത്താൽ മതി. സാറ് മില്ലി അങ്ങ് മാച്ചു കളഞ്ഞു, മില്ലിക്ക് പകരം 10 raised to minus എന്ന് എഴുതി കൊടുത്തു. ഓക്കെ, into T. T is time in seconds. Okay, so half an hour. So half into 60 എടുത്താൽ മിനിറ്റ് ആവും അല്ലേ? ഹാഫ് ആൻ അവർ, ഹാഫ് ഇൻറ്റു 60 അപ്പോൾ മിനിറ്റ് ആയി. ഇൻറ്റു ഒരു 60യും കൂടി എടുത്താൽ സെക്കൻഡ് ആവും. കറക്റ്റ് ആണല്ലോ? കാരണം I കറണ്ട് ഇൻ ആംപിയർ ആണ്, T ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ചെയ്യുക എന്നിട്ട് ആൻസർ പറയുക. എത്രയും വേഗം ആവട്ടെ. 1.8 into 1.8 into 10 raised to 2. ഓ ശരി, കറക്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ വന്നേ ആൻസറിലേക്ക് വന്നേ മക്കളെ. ആൻസർ എന്താ വന്നിരിക്കുന്നത്? എ കറണ്ട് ഓഫ് ഹൗ മെനി കൂളംസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓപ്ഷൻസ് ഉണ്ടാ? നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനകത്തുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യൂ, വേഗം പറയൂ. ഓപ്ഷൻ ബി. വെരി ഗുഡ്. സോ 180 അല്ലേ ആൻസർ വരുന്നത് മക്കളെ? ഓക്കെ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോവാലോ? Okay, so moving to the next question. Question number 8, very simple question. A current of 9.65 ampere flowing for 10 minutes deposits 3 gram of the metal which is monovalent. Atomic mass of the metal is. അപ്പം അറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറ്റോമിക് മാസും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡും കറണ്ട് ഇൻ ആംപിയറും ടൈം ഇൻ സെക്കൻഡ്സും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഇക്വേഷൻ പറയൂ.
Okay, very good. W is equal to M into I into T divided by 96,500 V. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, W is equal to M into I into T divided by 96,500 V. നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്താ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? അറ്റോമിക് മാസ് ആണ്. സോ യു ഫൈൻഡ് ഔട്ട് എം ആണ് കണ്ടെത്തേണ്ടത്. ആദ്യം അതിന് W വേണം. എന്താണ്? വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്? അതിനകത്ത് കാണുമല്ലോ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറയും. ഓക്കെ, 3 gram. ഓക്കെ, വെരി ഗുഡ്. എം കണ്ടുപിടിക്കണം. ഐ കറണ്ട് ഇൻ ആംപിയർ ക്വസ്റ്റ്യനിൽ എവിടെ ഉണ്ടെങ്കിൽ പറയാം. ഐ കറണ്ട്, ഓക്കെ, 9.65 ആംപിയർ ഇൻറ്റു ടി ടൈം ഇൻ സെക്കൻഡ്സ് എവിടെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, 10 മിനിറ്റാ മക്കളെ. 10 മിനിറ്റ് എങ്കിൽ 10 into ഇപ്പോൾ 60, അപ്പോൾ സെക്കൻഡ് ആയി. ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ 96,500 ഇൻറ്റു വി വാലൻസി അല്ലേ? ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടുണ്ട് എന്താണ് നമ്മൾ എടുത്ത മെറ്റൽ മോണോവാലൻ്റ് ആണെന്ന്. കറക്റ്റ് അല്ലേ മക്കളെ? മോണോവാലൻ്റ് മീൻസ് എൻ്റെ വാലൻസി 1. അപ്പോൾ എൻ്റെ വാലൻസി ഇതാ ഇവിടെ 1 കൊടുക്കണം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റോമിക് മാസ് ആണ്. എം ഇസ് ഈക്വൽ ടു 3 into 96,500 into 1 ഡിവൈഡഡ് ബൈ, ഇതിവിടെ കൊണ്ടുവന്നു, ഇതിങ്ങ് താഴെ കൊണ്ടുപോവാ, 9.65 ഇൻറ്റു 10 ഇൻറ്റു 60 എന്ന് വരും. ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ എത്രയും വേഗം കാൽക്കുലേറ്റ് ചെയ്യുക, ആൻസർ പറയുക. ഓക്കെ ഓക്കെ, വേഗം ആവട്ടെ. എന്തോക്കളെ? സോ നമുക്ക് 50 ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ? 50 ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ശരി, നമുക്ക് അടുത്തത് പറയാം. ഓക്കെ, ശരി. അപ്പോൾ സാറ് ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. എ കറണ്ട് ഓഫ് സ്ട്രെങ്ത് 2.5 ampere was passed through copper sulfate solution for 6 minutes 26 seconds. Okay, എല്ലാം ഓർക്കണേ. കറണ്ട് 2.5 ampere, 6 minutes ആണ്, 26 seconds ആണ്. ദ എമൗണ്ട് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറക്റ്റ് ആണല്ലോ? ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് സാർ കണ്ടുപിടിക്കാൻ പോണു വരിക. ഓക്കെ, എമൗണ്ട് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് മീൻസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്. And how will you find out the amount of substance deposited? വേഗം പറഞ്ഞേ. W is equal to M into I into T divided by 96,500 V. So very simple question. So W ആണ് കണ്ടുപിടിക്കേണ്ടത്. സബ്സ്റ്റൻസ് ഏതായിരുന്നു നമ്മുടെ സബ്സ്റ്റൻസ്? കോപ്പർ സൾഫേറ്റ്. അതിൽ എമൗണ്ട് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് അല്ലേ മക്കളെ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ കോപ്പറിന്റെ അറ്റോമിക് മാസ് അല്ലേ നമ്മൾ എഴുതേണ്ടത്? വാട്ട് ഈസ് അറ്റോമിക് മാസ് ഓഫ് കോപ്പർ? 63.5 ഇൻറ്റു വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ആംപിയർ? പറഞ്ഞോ, വാട്ട് ഈസ് ദ കറണ്ട് ഇൻ? ഓക്കെ, 2.5. ഓക്കെ, ഇൻറ്റു വാട്ട് ഈസ് ടൈം ഇൻ സെക്കൻഡ്സ്? കേട്ടില്ല സാർ, എത്രയായിരുന്നത്? 6 minutes 26 seconds അല്ലേ? 386 മിനിറ്റ്. അപ്പോൾ 6 into 60, അപ്പോൾ അത് 360 പ്ലസ് പിന്നെ 26. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 386, ദാറ്റ്സ് റൈറ്റ്. ദെൻ ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു വി. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ്? 2. അപ്പോൾ എൻ്റെ 2 ആണ്. അപ്പോൾ അതിവിടെ 2 കൊടുത്തു. ഇനി W ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എത്രയും വേഗം കണ്ടുപിടിച്ച് ആൻസർ പറയൂ. എത്രയും വേഗം ആവട്ടെ.
അരവിന്ദ് ഒന്നില്ലായിരുന്നു അവിടെ? അവണി മനസ്സിലാവുന്നുണ്ടോ? ആകാശേ മനസ്സിലാവുന്നില്ലടാ? ആ ഓക്കെ. കഴിഞ്ഞോ? ഓക്കെ. എന്തോ കിട്ടിയോ? ആൻസർ കിട്ടിയോ? എത്ര കിട്ടി ആൻസർ? നമുക്ക് നോക്കാം മക്കളെ, നമുക്ക് ആൻസർ നോക്കാം. അപ്പം നമ്മൾ എവിടെ വന്നു? നമ്മുടെ ഓപ്ഷനിലേക്ക് വന്നു. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ആൻസർ ഏത് ഓപ്ഷനാണെന്ന് പറയാം. അത്രയും പറഞ്ഞാൽ മതി, വേഗം ആയിക്കോട്ടെ. എ 0.3175 ഗ്രാം എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കൂ. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 10. 2 electrolytic cells, one containing acidified ferrous chloride and another acidified ferric chloride, are connected in series. The ratio of ion deposit the cathodes in the two cells when electricity is passed through the cells will be. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസും റേഷ്യോ ഓഫ് എമൗണ്ട് ഡെപ്പോസിറ്റും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? So what is the ratio of amount deposited? പറഞ്ഞേ. Ratio of amount deposited. കേട്ടില്ല, ആൻസർ ഞാൻ കേട്ടില്ല. ശരിയാണ്. റേഷ്യോ ഓഫ് എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? W1 W2 എന്ന് പറഞ്ഞാൽ എത്ര എന്നാ പറഞ്ഞ മക്കളെ? M1 V1 is to M2 divided by V2. വെരി ഗുഡ്. ഓക്കെ, സോ ഈ ക്വസ്റ്റനിലേക്ക് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 electrolytic cell, one containing acidified ferrous chloride, so here it is Fe2+, പിന്നെയോ and another acidified ferric chloride, അപ്പോൾ അത് ferric chloride Fe3+, are connected in series. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് അയൺ ഡെപ്പോസിറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടും അയൺ തന്നെയാണ്, ഒന്ന് ഫെറസ് ആണ്, മറ്റത് ഫെറിക് ആണ്, ശരിയല്ലേ? അപ്പോൾ ഫെറസ് Fe2+ ആണ്, ഫെറിക് Fe3+ ആണ്. സാർ ഇവിടെ എഴുതി വെച്ചു. സോ W1 W2 ആണ് സാർ ചെയ്യുന്നത്. സോ M1 എത്ര? M1 ഇത് രണ്ടിൻ്റെ അറ്റോമിക് മാസ് സെയിം ആയതുകൊണ്ട് ആക്ച്വലി അറ്റോമിക് മാസിൻ്റെ ആവശ്യമില്ല, അത് ക്യാൻസൽ ആയി പോവും. എന്നാലും നിങ്ങളുടെ ഒരു സമാധാനത്തിന് അയൻ്റെ അറ്റോമിക് മാസ് 56 ഡിവൈഡ് ബൈ അതിൻ്റെ വാലൻസി 2 ഈസ് ടു എന്താണ് 56 ഡിവൈഡഡ് ബൈ അതിൻ്റെ വാലൻസി 3. അപ്പോൾ അത് 1/2 ഈസ് ടു 1/3 എന്ന് വരും, ശരിയല്ലേ? ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ തന്നെ എന്താണ് ഓപ്ഷൻ തന്നിട്ടുണ്ടാവാം. അങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ടോ ചെക്ക് ചെയ്തേ? ഇല്ലല്ലോ, ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്താണ് ഹോൾ നമ്പർ ആക്കണം. ഹോൾ നമ്പർ ആക്കാൻ ഇവിടെ വളരെ എളുപ്പമാണ്. 6 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 2 × 3 6, അതുകൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 6 അപ്പോൾ 6 കൊണ്ട് 6/2 എത്ര കിട്ടും? 3 ഈസ് ടു 6/3 എത്രയാണ്? 2. അപ്പോൾ 1/2 ഈസ് 1/3 എന്ന് പറഞ്ഞാൽ 3 ഈസ് ടു 2 ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് അയൺ ഡെപ്പോസിറ്റഡ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. 3 ഈസ് ടു 2. ആൻസർ ഉണ്ടോ മക്കളെ? ഓപ്ഷൻ ഡി. ഓക്കെ, ചെയ്തത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളുടെ ഗുണം മനസ്സിലായിട്ടുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്താണ് ബോർഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എയിം ചെയ്ത് പഠിക്കൽ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ എൻട്രൻസ് കാര്യങ്ങളും പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, റേഷ്യോ ഓഫ്
എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്ന് പറയുന്നത് ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് ആണെങ്കിൽ M1/V1 ഈസ് ടു M2/V2. അത് 3 സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ M1/V1 ഈസ് ടു M2/V2 ഈസ് ടു M3/V3 നമുക്ക് എടുക്കാം. എന്നാൽ ഇവിടെ ആണെങ്കിൽ ആ സബ്സ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ആക്ച്വലി ഈ M1 M2 സെയിം ആണെങ്കിൽ അത് ക്യാൻസൽ ആയി പോയിക്കോളൂ. അപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ആദ്യമായി ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ എഴുതി കാണിച്ചെന്നേ ഉള്ളൂ. ക്ലിയർ ആണോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 11. ഒരു മിനിറ്റ്, സാർ എടുത്തോട്ടെ. ഓക്കെ, അപ്പം അല്ല, നിങ്ങൾ ആക്സസ് ചെയ്യാനുള്ള സ്ക്രീൻ ദൂരെയാണ്, അപ്പോൾ സാറിന് കണ്ടുവിടാം. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ക്വസ്റ്റ്യൻ നമ്പർ 11 കാണാമല്ലോ, നിങ്ങൾക്ക് കണ്ടുവിടെ? കാണാമല്ലോ. Okay, the number of electrons passing per second through a cross section of copper wire carrying 10⁻⁻⁶ amperes of current per second is found to be. So your aim is to find out the number of electrons passing per second through a cross section of copper wire carrying 10⁻⁻⁶ amperes current per second. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഐഡിയകൾ പഠിപ്പിച്ചു തന്നിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓർമ്മ ഉണ്ടെങ്കിൽ ആൻസർ പറഞ്ഞോളൂ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, വെരി ഗുഡ്. NF ഡിവൈഡഡ് NF ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? NF ഇസ് ഈക്വൽ ടു I into T. ഇതാണ് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞത്. അതിൽ N ആണ് നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ IT ഡിവൈഡ് ബൈ F. ഞാനതല്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കും? IT ബൈ F ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് കറണ്ട് ഇൻ ആംബിയർ പറയാം. കറണ്ട് ഇൻ ആംബിയർ തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? നോക്കടാ. ഓക്കെ, വെരി ഗുഡ്. അത് 10⁻⁻⁶ ആണ്. ഇൻറ്റു T ടൈം ഇൻ സെക്കൻഡ്. പെർ സെക്കൻഡ് ആണ് ക്വസ്റ്റ്യൻ, അപ്പോൾ 1 സെക്കൻഡ് ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഫാരഡേ കോൺസ്റ്റന്റ്, അത് 96,500. ഓക്കെ, ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.02 ഇൻറ്റു 10⁻23. ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളിലൊക്കെ 6 ഇൻറ്റു 10⁻23 ചെയ്താൽ മതി കേട്ടോ, വലിയ ഡിഫിക്കൽട്ടിയിലേക്കൊന്നും പോകണ്ട. ഓക്കെ, അപ്പം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു IT ഡിവൈഡ് ബൈ F ഇൻറ്റു N ആണ് ഐഡിയ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ചെയ്യുക, എത്രയും വേഗം ആൻസർ പറയുക. വേഗം പറയുമല്ലോ? ആയിക്കോട്ടെ. വേഗാവട്ടെ. യൂട്യൂബിൽ കാണുന്നവർക്ക് ആൻസർ ഇടാം കേട്ടോ. എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ ഇടയ്ക്കൊന്ന് നോക്കാം. കിട്ടിയോ ആൻസർ? ഒരുപാട് സമയം എടുക്കരുത്, വേഗാവട്ടെ. അനു, ഫർഹ, ഹർഷദ് ആൻസർ കിട്ടുന്നുണ്ടാ? ജാനകി? അത് ചെയ്യാൻ പറ്റും. അത് ഞാനൊന്ന് ഒരു ഐഡിയ പറയാം. ഓക്കെ, ശരി, ഒന്ന് ബോർഡ് നോക്കി എല്ലാവരും. ഇതെന്തറിയാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ സാധാരണ 6 ഇൻറ്റു 10⁻², ഈ -6 ഇത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 3 പോയി കഴിഞ്ഞാൽ ഇത് 10⁻17 എന്ന് വരും. ശരിയല്ലടാ? ഡിവൈഡഡ് ബൈ 9.5 ഇൻറ്റു 10⁻1 2 3 4 10⁻⁻⁴
അല്ല 10⁻⁴ എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് 9.65 എന്നാണ് ഞാൻ റൗണ്ട് ഓഫ് ചെയ്തത്. അങ്ങനെയല്ല, എൻട്രൻസ് ആകുമ്പോഴത്തേക്കും ചെറിയ റൗണ്ട് ഓഫ് ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എന്ത് കിട്ടും? 6/9.5 വരും ഇൻറ്റു 10⁻². എത്ര വരും ഇവിടെ? ഈ 10⁻², ഈ പറഞ്ഞ 17ഉം 4ഉം പോയി. അപ്പോൾ എത്ര കിട്ടി? 13ആ? 13. അപ്പോൾ ഈ 6/, ഈ 9.5 ഓൾമോസ്റ്റ് 10 ആണ്. അപ്പോൾ ഇൻറ്റു 10⁻13 എന്ന് എഴുതാം. അപ്പോൾ 6 ഇൻറ്റു 10⁻12 എന്ന് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. ഓൾമോസ്റ്റ് 6 × 10⁻12 ആയിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെയല്ല, എൻട്രൻസിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ എന്താണ് ഐഡിയപരമായിട്ട് ചെയ്താലാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആൻസറിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഒരുപാട് സമയം പിടിച്ചെന്ന് വരും. പിന്നെ നീറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കുഴപ്പമില്ല. നീറ്റിൽ ഔട്ട് ഓഫ് ദ 45 ക്വസ്റ്റ്യൻ ഓൺലി എ മാക്സിമം ഓഫ് 7 or 8 വിൽ ബി പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് ഇനഫ് ആൻഡ് മോർ ടൈം കിട്ടും. അപ്പോൾ ഇത് 6 × 10⁻12 സാർ എത്തിയിട്ടുണ്ട്. 6 × 10⁻12 എന്ന് ആൻസർ ഇടുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഒരു കുഴപ്പമില്ലല്ലോ, നമുക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ. സോ അപ്പോൾ സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12 അല്ലേടാ? ക്വസ്റ്റ്യൻ നമ്പർ 12 അല്ലേ? ഓക്കെ. The number of coulombs required for oxidation of 1 mole of H2O to O2 is. നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ചോദിക്കാം, എൻട്രൻസും ചോദിക്കാം. ഓക്കെ. The number of coulombs required for oxidation of 1 mole of H2O to O2 is എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് കൂളംസ് മീൻസ് എത്രയാണ് ക്യൂ വേണ്ടത് എന്നാണ്. 1 mole of H2O to O2. ഓക്കെ. ബോർഡിൽ വന്നേ അത് ചെയ്യാനൊന്ന് പഠിപ്പിച്ചു തരാം. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ബോർഡ് നോക്കൂ. സാറിന് ശേഷം 1 mole H2O ഉണ്ട്. അയാൾ എന്തായി മാറിയിരിക്കണു? O2. അതിന് എത്ര ചാർജ് വേണമെന്നാണ് സാർ കണ്ടുപിടിക്കേണ്ടത്. ഹൗ മെനി കൂളംസ്. ശരിയല്ലേ? ശരി. അപ്പോൾ ബോർഡ് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളുടെ ശേഷം വാട്ടർ ഉണ്ട് മക്കളെ. വാട്ടറിൽ ഓക്സിജൻ ഉണ്ട്. അയാൾ O2 ആയിട്ട് മാറിയിരിക്കുന്നു. വാട്ടറിലുള്ള ഒരു ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഓക്കെ. അത് O2 ആയി മാറിയിരിക്കുന്നു. ആയിക്കോട്ടെ. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളുടെ തന്നിരിക്കുന്നതിൽ എത്ര ആറ്റങ്ങളുണ്ടോ അത്ര ആറ്റങ്ങളെ ആ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ പരിഗണിക്കാവൂ. യു കൺസിഡർ only the number of atoms that is given in the compound. ഈ കോമ്പൗണ്ട് വാട്ടർ ആണ്, അല്ലാതെ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പോൾ അപ്പുറത്ത് നിങ്ങൾ ഒരു ഓക്സിജനെ കൺസിഡർ ചെയ്യാവോ? ഓക്കെ. ഇതിൽ കുഴപ്പമില്ല, വേറെ ക്വസ്റ്റ്യൻ വഴിയേ വരും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി വരാതിരിക്കാൻ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കുന്നതാണ്. ഈ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2. അപ്പുറത്ത് 2 ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എലമെന്റൽ ഫോം ആണ്. ഓക്സിഡേഷൻ നമ്പർ 0. 2 ഓക്സിജൻ്റെ 0, ഒരു ഓക്സിജൻ്റെ 0 തന്നെ. അപ്പോൾ ഇത് -2, ഇത് 0. ആ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ വിൽ ഗീവ് യു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻവോൾവ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ റിയാക്ഷൻ. അപ്പോൾ ഈ പർട്ടിക്കുലർ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് യു ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the oxidation number. The oxidation number of one oxygen is 0 and here it is -2. So what is the difference? When you take the difference, always you subtract the lower value from the higher value. Higher value ഇവിടെ 0 ആണ്, lower value -2 ആണ്. 0 -2 എത്ര മക്കളെ? 2. അപ്പോൾ number of electrons involved 2 electrons അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ഓക്സിജൻ ഉള്ള കേസിൽ 2 ഇലക്ട്രോൺ. അപ്പോൾ 1 മോൾ ഓക്സിജൻ ഉള്ള കേസിൽ 2 മോൾ ഇലക്ട്രോൺ. ഓക്കെ. അപ്പോൾ 1 മോൾ വാട്ടർ നിങ്ങൾ റെഡ്യൂസ് ചെയ്താൽ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 മോൾ ഇലക്ട്രോൺസ് ആണ് എന്ന് ഞാൻ ഇതുവഴി കണ്ടെത്തിയതാണ്. 1 മോൾ ഓഫ് വാട്ടർ, അവിടെ ഒരു ഓക്സിജൻ, അതിൻ്റെ ഇത് -2. അയാൾ O ആയിട്ട് മാറി അല്ലെങ്കിൽ O2 ആയിട്ട് മാറിയിരിക്കുന്നു. അവിടുത്തെ ഒരു O കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ -2, അവിടെ 0. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? ഡിഫറൻസ് 2. സോ 1 മോളിന് 2 മോൾ ഇലക്ട്രോൺ. വാട്ട് ഈസ് ദ ചാർജ് ഓൺ 2 മോൾ ഓഫ് ഇലക്ട്രോൺ? വെരി സിമ്പിൾ സർ, വി നോ ഇറ്റ് ഈസ് 2 ഫാരഡേ. ഓർമ്മയുണ്ടോ? അപ്പോൾ അങ്ങനെ ഫാരഡേയുടെ ടേമിലാണോ ആൻസർ ഉള്ളതെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യണം. ഫാരഡേയുടെ ടേമിലാണോ ആൻസർ ഉള്ളത്? അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തിരിച്ചു വരിക. സോ 2 ഇൻറ്റു ഫാരഡേ എത്ര? 96,500
കൂളംബ് പെർ മോൾ അല്ലെങ്കിൽ കൂളംബ് എന്ന് എഴുതാം. സോ 2 × 96,500 കൂളംബാണ് നമ്മുടെ ആൻസർ. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം. ചെക്ക് ചെയ്ത് നോക്കിയോളൂ. 2 × 96,500 കൂളംബ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഒരു ആൻസർ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയാൻ കഴിയുന്നതാണ്. എത്രയും വേഗം ആൻസർ പറയുക. വേഗാവട്ടെ. ബോർഡ് കാണിച്ചു തരാം. ഓക്കെ, ബോർഡ് നോക്കിയോ. സൈറ ഷോജി, കഴിഞ്ഞോ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? എത്ര കിട്ടിയ മക്കളെ? സോ യെസ്, ഓക്കെ. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ എന്താണ്, ജസ്റ്റ് 1 minute. ഓക്കെ, ഏത് ഓപ്ഷനായിരുന്നു? ആൻസർ പറഞ്ഞോ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ സാറേ? ഓക്കെ, യെസ്. ആൻഡ് നൗ ക്വസ്റ്റ്യൻ നമ്പർ 13. Question number 13. നോക്കിയോളൂ. The quantity of electricity required for the oxidation of 1 mole of FeO to Fe2O3 അല്ലേ? ആ ക്വസ്റ്റ്യൻ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണ്. The quantity of electricity required for the oxidation of 1 mole of FeO to Fe2O3. So in these type of questions, നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച ക്വസ്റ്റ്യൻ്റെ അതേ ഐഡിയ തന്നെയാണ് ഇവിടെ. ഇത് FeOയെ Fe2O3 ആക്കി മാറ്റുന്നു. അപ്പോൾ അവിടെയും you find out the number of moles of electrons involved. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഒന്ന് വന്നേ. ക്വസ്റ്റ്യനിൽ എഴുതിയിരുന്നത് 1 mole of FeO to Fe2O3 എന്നാണ്. ശരിയല്ലേ? FeO to Fe2O3 ഇത് ഓക്സൈഡ് ആണ്, അത് ഓക്സൈഡ് ആണ്. ഓക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2, അപ്പുറത്ത് -2. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. സോ യു കൺസിഡർ അയൺ. അയണിന്റെ ഓക്സിഡേഷൻ നമ്പർ FeOയിൽ Fe2+ ആണ്. അറിയാമല്ലോ? അറിയാം. അയാൾ എന്തായിട്ട് മാറിയിരിക്കുന്നു? Fe2O3. അതിനകത്ത് അയാളുടെ ഓക്സിഡേഷൻ നമ്പർ Fe3+ ആണ്. 2 Fe ഉണ്ടെന്നും പറഞ്ഞ് വരണ്ട. നിങ്ങൾ എടുത്ത സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് FeO ആണ്. ഇറ്റ് ഈസ് ഹാവിംഗ് ഓൺലി 1 Fe. സോ യു കൺസിഡർ ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് 1 അയൺ ആറ്റം ഓൺലി. ക്ലിയർ? ഓക്കെ. ഇവിടെ Fe2+ ഇടാ, ഇത് Fe3+. വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ? വലുതെന്ന് ചെറുത് കുറയ്ക്കുക. ആൻസർ പറഞ്ഞോളൂ. 1. സോ ആൻസർ 1 ആണ്. അപ്പം 1 മോൾ FeOയെ റെഡ്യൂസ് ചെയ്യാൻ 1 മോൾ ഇലക്ട്രോൺസ് വേണം. സോ വാട്ട് ഈസ് ദ ചാർജ് ഓൺ 1 മോൾ ഓഫ് ഇലക്ട്രോൺ? യെസ്, വെരി ഗുഡ്, 1 ഫാരഡേ. സോ ആദ്യം നമുക്ക് 1 ഫാരഡേ ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ നമുക്ക് കുളമ്പിൽ പോവാം. സോ വന്ന് നോക്കിയാണ്. ഓക്കെ, ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ 1 ഫാരഡേ. ക്ലിയർ ആണോ? അല്ലേ? ക്ലിയർ ആണ്. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇനി ഞാൻ ബോർഡ് കാണിച്ചു നിൽക്കണോ? നമുക്ക് എഴുതിയോ? ഇല്ലെങ്കിൽ സാർ മുന്നോട്ട് പോവാം. സൈറാഷോജി ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഗൂഗിൾ മീറ്റ് ലൈവാണ്. ഞാൻ യൂട്യൂബിൽ ലൈവ് വരുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഓക്കെ, മക്കളെ കിട്ടിയാ? പറയും പോലെ 1 ഫാരഡേ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. 1 ഫാരഡേ ഉണ്ടോ? 1 ഫാരഡേ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So moving to question number 14. Question number 14. How many coulombs of electricity are required for the reduction of 1 mole of Mn(O4- to Mn2+? So അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ആൻസർ പറ മക്കളെ.
1 mole of MnO4 minus to Mn2 plus. അവിടെ ചേഞ്ച് ആവുന്നത് Mn2 പ്ലസിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നോക്കുക, അപ്പുറത്തുള്ളത് നോക്കുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എത്രയും വേഗം കണ്ടുപിടിക്കുക, എന്നിട്ട് ആൻസർ പറയുക. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് ടൈമറൊക്കെ വയ്ക്കാം. അപ്പം നിങ്ങൾ എത്രയും വേഗം ആൻസർ പറയണമെന്ന് സാറിന് അറിയാൻ പറ്റും. യെസ്, ആൻസർ റെഡിയോ? ഓക്കെ, സോ നമുക്ക് ആൻസർ ചെക്ക് ചെയ്ത് വരാം. എവിടെ പോയി ക്വസ്റ്റ്യൻ? എന്താ മക്കളെ ആൻസർ പറഞ്ഞത്? 1. ആണോ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലോ. എൻ്റെ കളിക്കുന്ന കീ മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ചെക്ക് ചെയ്യാം. വാ, അല്ലേ? ഏതായിരുന്നു? തെറ്റിക്കാണോന്നോ? എന്തൊരു ആത്മവിശ്വാസം. ശരി, വാ. 1 മോൾ. 1 മോൾ തന്നെയാണോ ക്വസ്റ്റ്യൻ? അതെ, 1 മോൾ ഓഫ് MnO4 മൈനസ് എന്തായിട്ട് മാറൂടാ? Mn2 പ്ലസ്. MnO4 അല്ലെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +7. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ സാറിന് അറിയാൻ മേല എക്സ്. ഓക്സിന്റെ ഓക്സിഡേഷൻ നമ്പർ -2. അങ്ങനെ 4 പേർ. മൊത്തം ചാർജ് -1. 11th പഠിപ്പിച്ചെന്നായിരുന്നു റിഡോക്സ് റിയാക്ഷൻ പഠിച്ചപ്പോൾ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഇത് -1, ഇത് അപ്പുറത്ത് വരുമ്പോൾ +8. സോ ആൻസർ +7 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് 7 മക്കളാ, ഇത് 2. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? 5. സോ 1 മോൾ ഓഫ് MnO4 മൈനസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് you require, the difference in oxidation number is 5. So you require 5 moles of electron, right? Yes, sir. Okay, 5 moles of electron makla. So 5 moles of electron means 5 Faraday. Allengil 5 into 96,500 coulomb. Okay. ഇതോ അല്ലെങ്കിൽ ഇതോ ആയിരിക്കും ആൻസർ. ചിലപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്ലൈഡ് വാല്യൂ ആയിരിക്കും ആൻസർ. നിങ്ങൾ ചെയ്തപ്പോൾ എത്ര കിട്ടി? ഏത് ആൻസർ കിട്ടിയെന്ന് ഒന്നുകൂടെ പറഞ്ഞേ. 4.83 into 10⁵ എന്നായിരിക്കും ആൻസർ വരിക. ശരിയല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എഴുതി കഴിഞ്ഞോ എല്ലാവരും? ശ്രീപാർവതി കഴിഞ്ഞു. സംയുക്ത ഓക്കെ. പ്രണവ് എഴുതിയാടാ? പ്രണവ് എവിടെ പോയി? ഓക്കേടാ, ശരി. അപ്പോൾ സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എന്താ നോക്കിയോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ നമ്പർ 15 അല്ലേ? ദ ചാർജ് റിക്വയർഡ് ഫോർ ദ റിഡക്ഷൻ ഓഫ് 1 mole of Cr2O7 2- ions to Cr3+. സോ സെയിം ഐഡിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഒരു പ്രത്യേകത അതിനുണ്ട്. നിങ്ങൾ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ സാർ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും, എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കാനുള്ള അവസരം സാർ തരുന്നു. എത്രയും വേഗം ചെയ്യുക. ഓക്കെ, വേഗാവട്ടെ. അനു ഓക്കെ, അനു കണ്ടിന്യൂ ചെയ്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, അനുവിന് ഇവിടെ ആൻസർ ഇടാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇടാം. എന്ത് മക്കളെ? ഓപ്ഷൻ സി. 3 into 96,500 coulomb എന്നല്ലേ കിട്ടിയത്? നമുക്ക് ചെക്ക് ചെയ്യാം മക്കളെ, ചെക്ക് ചെയ്യാം, കറക്റ്റാണോ ചെക്ക് ചെയ്യാം.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയെങ്കിൽ പറയാം. വേഗാവട്ടെ. പറയട്ടെ. കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? ബാക്കിയുള്ളവർ പറയാത്തെന്താ? ഓപ്ഷൻ ഡി ആണോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഓപ്ഷൻ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സായുജ് എവിടെ പോയി? എത്ര കിട്ടി? റിഡക്ഷൻ ആയതുകൊണ്ട് എന്താ കൺഫ്യൂഷൻ? ബാ, സിമ്പിളാണ്, സെർച്ച് ചെയ്യാം. ഒന്ന് വന്നേ. അത് 1 mol ഓഫ് Cr2O7 2- അല്ലേ? 1 mol Cr2O7 2-. എന്തായിട്ട് മാറും മക്കളെ? അത് Cr3+. ഓക്കെ. You should be very careful while doing these type of problems. ചിലപ്പോൾ നമ്മൾ അറിയാത്ത തെറ്റ്. Chromium, 2 chromium atoms are there, so 2x. Oxygen oxidation number -2, so അങ്ങനെ 7 പേരുണ്ട്. മൊത്തം ചാർജ് -2. അപ്പോൾ 2x is equal to -2, ഇത് അപ്പുറത്ത് പോയി +14. അപ്പോൾ 2x is equal to +12 എന്ന് കിട്ടും. അപ്പോൾ x is equal to +6 എന്ന് കിട്ടും. ക്ലിയർ? Yes. So that means each chromium is in +6 oxidation number, right? Yes. So now you have 1 mol Cr2O7 2-. അല്ലേ? 1 mol Cr2O7 2- ഉണ്ട്. 1 mol Cr2O7 2-ൽ 2 moles of chromium ഉണ്ട്. ഇവിടെ 2 chromium ഉണ്ട്. അപ്പം നിങ്ങൾ 2 chromium കൺസിഡർ ചെയ്യണം. നേരത്തെയൊക്കെ H2O യിൽ നിന്ന് O2 വന്നപ്പോൾ ഞാൻ 2 O എടുക്കാൻ പറഞ്ഞില്ല, കാരണം H2O യിൽ 1 Oയേ ഉള്ളൂ, FeO യിൽ 1 FeA ഉള്ളൂ. എന്നാൽ Cr2O7 2-ൽ 2 Cr ഉണ്ട്, അതുകൊണ്ട് 2 Cr നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കണം. മനസ്സിലായോ? ഓക്കെ. 1 chromium +6, 2 chromium +12, അതാണ് ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ. ക്ലിയർ? ഓക്കെ. ഇവിടെ 1 chromium എത്ര? +3. അപ്പോൾ ഇവിടെ 2 chromium എത്ര വരും? +6. അവിടെ 2 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. വേണ്ട, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ 2 ഉണ്ടെങ്കിൽ കിട്ടുന്നിടത്ത് 2 കാണും, ഇവിടെ നിന്നെടുത്താൽ കിട്ടുന്നിടത്ത് 1 കാണും, അത്രയേ ഉള്ളൂ. ഓക്കെ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? 6. അപ്പോൾ 1 mol ഓഫ് Cr2O7 2- റെഡ്യൂസ് ചെയ്യാൻ you require 6 moles of electrons. കറക്റ്റ് അല്ലേ? മീൻ 6 into എന്താണ് 6 ഫാരഡേ അഥവാ 6 into 96,500 കൂളംബ്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി 3 into കിട്ടിയവർക്ക് സംഭവിച്ച മിസ്റ്റേക്ക്, അവർ ഈ ഓക്സിഡേഷൻ നമ്പർ കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ദാറ്റ്സ് ഗുഡ്. അവർ +6 കിട്ടി. അതുപോലെ ഇവിടുത്തെ +3 എന്നിട്ട് ഡിഫറൻസ് എടുത്തു, അപ്പോൾ 3 വന്നു. എന്നിട്ട് അതുകൊണ്ട് 3 mol എന്ന് എടുത്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി the given substance is having 2 chromium atoms, so you consider 2 chromium atoms. That is why the answer becomes 6 into 96,500 coulomb. Is it clear? Yes, sir. Okay. ഒരു കൺഫ്യൂഷൻസും ഇല്ലല്ലോ മക്കളെ? ഇല്ല. സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ? Yes. Okay. So moving to the next question. Question number 16. So what is question number 16? The time required to coat a metal surface of 800 centimeters square with 5 into 10⁻⁻⁴ millimeter thick layer of silver. So with the passage of 3 ampere current through silver nitrate solution is nearly. So it is a simple question. Thickness ഒക്കെ വരുന്ന പ്രോബ്ലം എൻട്രൻസ് ചോദിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു, ഓർമ്മയുണ്ടാവും. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ 2 ഇക്വേഷനുകൾ ഓർത്ത് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടാവും. ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു, എന്താ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഓർമ്മയുള്ളവർക്ക് പറയാം? ഓക്കെ, വെരി ഗുഡ്. ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു തിക്നെസ്. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ഏരിയ ഇൻറ്റു തിക്നെസ്, കൊള്ളാം. ഇനി W ഇസ് ഈക്വൽ ടു M ഇൻറ്റു I ഇൻറ്റു T ഡിവൈഡഡ് ബൈ 96,500 V. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഈ പ്രോബ്ലം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ദ ടൈം റിക്വയർഡ് ടു കോട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് മീൻസ് ഹൗ ലോങ് ഡിഡ് ദ കറണ്ട് ഫ്ലോ.
അല്ലെങ്കിൽ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബോർഡിലേക്ക് വന്നാൽ സോ യുവർ എയിം ഈസ് ടു ഫൈൻഡ് ഔട്ട് ടി കണ്ടുപിടിക്കണം. ടി കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ഡബ്ല്യു വേണം, എം വേണം, ഐ വേണം, വി വേണം. സോ നമ്മൾ നോക്കി ഏതായിരുന്നു ആ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞേ. എന്താ സബ്സ്റ്റൻസ്? സിൽവർ ആണ്. അപ്പോൾ സിൽവറിന്റെ വാലൻസി 1 ആണ്, എല്ലാവർക്കും അറിയാം. Ag പ്ലസ് വാലൻസി 1. ടി കണക്കണം. ഐ കറണ്ട് ഇൻ ആംബിയർ. കറണ്ട് ഇൻ ആംബിയർ ഉണ്ടോ ക്വസ്റ്റനിൽ? നോക്കൂ. 3 ആംബിയർ. ഓക്കെ, അതായി. അത് അറ്റോമിക് മാസ് ഓഫ് അറ്റോമിക് മാസ് എത്രടാ? 108. നിങ്ങൾക്ക് അറിയാം 108. ഇനി ഡബ്ല്യു അറിയത്തില്ല. ആ ഡബ്ല്യൂടെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടി കണ്ടുപിടിക്കാം. ആ ഡബ്ല്യു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൻസിറ്റിയും ഏരിയയും തിക്നെസ്സും ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. ക്ലിയർ? So from the value of density, area and thickness given in the question, you can easily find out W. ആ വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക ചെയ്യുക. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. W is equal to എന്താ മക്കളെ ഇക്വേഷൻ? W is equal to density into area into thickness. ശരിയല്ലേ? ഓക്കെ, അപ്പൊ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ഈ ഡബ്ല്യുവിൻ്റെ പ്ലേസിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു തിക്നെസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചിരിക്കുന്നു. അതാണ് ഡബ്ല്യു. ആ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഐ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 96,500 വി. ആൻഡ് യുവർ എയിം ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ടി. അത് കണ്ടുപിടിക്കണം. അതിന് വി വേണം, ഐ വേണം, എം വേണം, ഡെൻസിറ്റി, ഏരിയ, തിക്നെസ് ഇതൊക്കെ വേണം. അപ്പം ഡെൻസിറ്റി ക്വസ്റ്റനിലുണ്ട്, ഏരിയ ക്വസ്റ്റനിലുണ്ട്, തിക്നെസ് ക്വസ്റ്റനിലുണ്ട്, അറ്റോമിക് മാസ് നിങ്ങൾക്ക് അറിയാം 108, കറണ്ട് ഇൻ ആംബിയർ ക്വസ്റ്റനിലുണ്ട്, വാലൻസി നിങ്ങൾക്ക് അറിയാം Ag + 1 ആണ്. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ടി. അപ്പോൾ ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും ചിലപ്പോൾ എന്താണ് ക്യാൻസൽ ചെയ്ത് കളയാനൊക്കെ എളുപ്പം. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതി വെച്ചാൽ മതി. കാരണം ഇപ്പോൾ 8:10 ആയിട്ടുണ്ട്. എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 വരെ എത്തിക്കണം 8:15 എന്നിട്ട് നമുക്ക് എന്താണ് അടുത്ത ബ്രേക്കിന് ശേഷം അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് എഴുതി വെച്ചാൽ മതി, ബാക്കി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ അടുത്തത് എഴുതി വെച്ചോ? എഴുതി കഴിഞ്ഞാൽ എല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതി കഴിഞ്ഞെന്ന് പറയണം കേട്ടോ. ഓക്കെ ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സാർ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 17? എ കറണ്ട് ഓഫ് 9.65 ആംപിയർ ഈസ് ഡ്രോൺ ഫ്രം എ ഡാനിയൽ സെൽ for exactly 1 year. The loss in mass of anode and gain in mass of cathode will be എന്നാണ് ക്വസ്റ്റ്യൻ. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഡാനിയൽ സെൽ പഠിച്ചിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡാനിയൽ സെൽ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ ഇലക്ട്രോളിസിസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാനിയൽ സെൽ പഠിച്ചിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാം, ഇപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഡാനിയൽ സെല്ലിൽ ആനോഡും കാഥോഡും മാത്രം പറഞ്ഞു തന്നിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയ. അത് പറയട്ടെ? ഒന്ന് വന്നേ. ഈ ഡാനിയൽ സെൽ പിന്നീട് പഠിപ്പിച്ചു തരാം. ഡാനിയൽ സെല്ലിൽ ആനോഡ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് ഇമേഴ്സ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഈസ് ആക്ടിങ് ആസ് ദ ആനോഡ് കമ്പാർട്ട്മെന്റ്. അതുപോലെ കാഥോഡ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ ഇൻ കോണ്ടാക്ട് വിത്ത് CuSO4. ദിസ് വിൽ ആക്ട് ആസ് ദ കാഥോഡ് കമ്പാർട്ട്മെന്റ്. ദിസ് ഈസ് ആനോഡ് കമ്പാർട്ട്മെന്റ്. എന്തുകൊണ്ട് ഇതിനെ അങ്ങനെയൊക്കെ വിളിക്കുന്നു എന്നുള്ള കാര്യം സെൽ പഠിപ്പിക്കുന്ന സമയത്ത് പഠിപ്പിച്ചു തരാം. ആനോഡും കാഥോഡും ഏതാണ് എന്നും മാത്രമേ നിങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലേക്ക് വരൂ. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ കറണ്ട് ഓഫ് 9.67 ആംപിയർ ഈസ് ഡ്രോൺ ഫ്രം എ ഡാനിയൽ സെൽ. ദ ലോസ് ഇൻ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സാക്ട്ലി ഫോർ 1 hour. അപ്പം ഐ ഉണ്ട്, ടി ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഡബ്ല്യു ആണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. വന്നോളൂ. എന്താണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു? ആദ്യം ആനോഡില്ലത്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എം ഇൻറ്റു ഐ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 96,500 വി ആണ് നമ്മുടെ ഇക്വേഷൻ. സോ എം, വാട്ട് ഈസ് എം? അറ്റോമിക് മാസ് ഓഫ് സിങ്ക് എത്ര? 65.4. അറിയാവോ? 11th പഠിച്ചപ്പോഴേ പറയുവാണത് കാണാതെ പഠിക്കണമെന്ന്. എന്നിട്ട് കാണാതെ പഠിച്ചോ? 65.4 ഇൻറ്റു ഐ കറണ്ട് ഇൻ ആംപിയർ 9.65 ആംപിയർ അല്ലേ?
ഇൻറ്റു ടി ടൈം ഇൻ സെക്കൻഡ്സ് 1 hour 1 into 60 അപ്പം മിനിറ്റ് ആയി ഇൻറ്റു 60 സെക്കൻഡ്സ് ആയി ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു വി വാലൻസി സിങ്കിൻ്റെ വാലൻസി ZN2+ ആണ് അപ്പോൾ അവൻ്റെ ആൻസർ 2 എന്ന് വരും. ക്ലിയർ ആണോ? ഇതുപോലെ കോപ്പറിനെയും കണ്ടുപിടിക്കാം. കോപ്പറിൻ്റെ 63.5 ബാക്കി ഇതെല്ലാം കറക്റ്റ് തന്നെ വാലൻസിയും 2 തന്നെ. അപ്പോൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതിയാവും. മനസ്സിലായി? ഓക്കെ. രണ്ടാമത്തത് വീണ്ടും ഇതുപോലെ കാൽക്കുലേഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരാളുടെ മാസ് കിട്ടിയാൽ അടുത്ത ആളുടെ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാൻ പറ്റും. W1/W2 = E1/E2 അല്ലേ? അങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ആദ്യത്തത് കണ്ടുപിടിച്ചു, രണ്ടാമത്തതും കണ്ടുപിടിച്ചു. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി. അപ്പോൾ ചെയ്തിട്ട് ആൻസർ പിന്നീട് സെൻഡ് ചെയ്യുമല്ലോ സാറിന്. ഓക്കെ. അപ്പോൾ സാർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ്? ക്വസ്റ്റ്യൻ നമ്പർ 18. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 18? ഹൗ മെനി കുളംസ് ആർ റിക്വയർഡ് ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് 1 mole ഓഫ് H2O2 to O2? H2O2 ആരാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ? അപ്പോൾ ഇതുപോലത്തെ 3-4 ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ തെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. തെറ്റിക്കരുത്. എത്രയും വേഗം ചെയ്ത ആൻസർ പറയൂ. കിട്ടിയോ? കിട്ടിയോടാ? ചെയ്തോ? ഞാൻ പറയട്ടെ. 1 ഫാരഡേ ആണോ കിട്ടിയത്? ചെക്ക് ചെയ്യാം നമുക്ക്. നോ പ്രോബ്ലം. ഓക്കെ മക്കളെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 mole ഓഫ് H2O2. ആയിക്കോട്ടെ. 1 mole ഓഫ് H2O2 അയാൾ എന്താക്കണം? O2 ആക്കണം അല്ലേ? 1 mole. ഇയാളുടെ പേര് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നല്ലേ? പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഓ, അപ്പോൾ പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അങ്ങനെ 2 ഓക്സിജൻ ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ -2. ക്ലിയർ? O2 എലമെന്റൽ ഫോം ആണ്, ഓക്സിഡേഷൻ നമ്പർ 0. വാട്ട് ഈസ് ദ ഡിഫറൻസ്? 2. അപ്പോൾ ഡിഫറൻസ് 2 ആണ്. സോ വെരി ഈസി. 2 ഫാരഡേ ആണ് ആൻസർ. 2 moles ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ 2 ഫാരഡേ. 2 ഫാരഡേ എത്രയാണ്? 2 × 96,500 കൂളാം. ഓക്കെ. ഇനി ഓക്സിജന് -2 അടയിലിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരവിടെ 2 എണ്ണത്തിന് -4 ഇടും, എന്നിട്ട് അവിടെ 0 ഇടും. അപ്പം 4ഉം 0ഉം ഡിഫറൻസ് 4 വരും. അപ്പോൾ 4 ഫാരഡേ എന്ന് വരും. അത് മിസ്റ്റേക്ക് ആണ്. ഇതാണ് കറക്റ്റ്. ഓക്കെ. ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 ആയി. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 20 വരെ പോയിട്ട് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നുള്ളൂ. മുന്നോട്ട് പോവാം. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കോക്കളെ. At STP, 1.12 liter of hydrogen is obtained on flowing a current of 965 seconds in a solution. The value of current in ampere. ഒന്നുകൂടെ വായിച്ചോ. At STP, 1.12 liter of H2 is obtained on flowing a current of 965 seconds in a solution. The value of current in amperes. അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ? പറഞ്ഞേ. വോളിയം ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ് അറ്റ് STP.
11.2 ഇൻറ്റു ഐ ഇൻറ്റു ടി. ക്യൂ ആണ്, അതിന് വരെ സാർ ഐ ഇൻറ്റു ടി എന്ന് എഴുതി. ഓക്കെ, ഡിവൈഡഡ് ബൈ 96,500. അല്ലേ ക്വസ്റ്റ്യൻ? സോ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ഹൈഡ്രജൻ ലിബറേറ്റഡ്? 1.12 ലിറ്റർ അല്ലേ മക്കളെ? അത് 1.12 ലിറ്റർ ഇട്ടു. 11.2 ഇൻറ്റു ഐ കറണ്ട് ഇൻ ആംപിയർ 965 ആടാ, അല്ല 965 സെക്കൻഡ് ആണ്. കറണ്ട് ഇൻ ആംപിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 965 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 96,500. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഐ കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഓക്കെ, മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും വേഗം ചെയ്യുക, എന്നിട്ട് ആൻസർ പറയുക. എന്തോക്കളെ? 10 ആംപിയർ. ദാറ്റ്സ് ഗുഡ്. 10 ആംപിയർ ആണ് റൈറ്റ് ആൻസർ. കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലായില്ലേ? ഓക്കെ, അനു ഓപ്ഷൻ നേരത്തെ എൻ്റെ ഓപ്ഷൻ ബി ആയിരിക്കും അനു. ഓക്കെ, ഞാൻ നോക്കി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി 50 ക്വസ്റ്റ്യൻസ് ആർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ 20 വരെ പോവാം. ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 1 gram ഓഫ് മാഗ്നീഷ്യം ഈസ് 5 rupees. എന്തേ? ക്വസ്റ്റ്യൻ വന്നില്ല, സോറി. നോക്കിക്കോ, എന്താണ്? ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 1 gram ഓഫ് മാഗ്നീഷ്യം ഈസ് RS5. ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ് ടു ഡെപ്പോസിറ്റ് 10 gram ഓഫ് അലുമിനിയം? നല്ല ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് വായിച്ചു നോക്കിയേ. ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 1 gram ഓഫ് മാഗ്നീഷ്യം ഈസ് RS5 അല്ലേ? ഒരു തേങ്ങയ്ക്ക് 5 രൂപ എങ്കിൽ ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ് ടു ഡെപ്പോസിറ്റ് 10 gram ഓഫ് അലുമിനിയം? എങ്കിൽ 10 മാങ്ങയ്ക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തേങ്ങയുടെ വില തന്നിട്ട് മാങ്ങയ്ക്ക് എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഫാരഡേസ് ലാസ് ഓഫ് ഇലക്ട്രോളിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇത് ഇക്വലൻസിൻ്റെ കളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഗ്നീഷ്യോ അലുമിനിയോ ആണ് തന്നിട്ടുള്ളത്. 10 gram അലുമിനിയം എത്ര മഗ്നീഷ്യത്തിന് ഇക്വലൻ്റ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം, വരൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. മക്കളെ, W1 by W2 is equal to E1 divided by E2. ഓക്കെ, ഒന്നാമത്തെ ആളിനെ സാർ മഗ്നീഷ്യം എന്നും രണ്ടാമത്തെ ആളിനെ സാർ അലുമിനിയം എന്നും എടുത്തു. W1 മഗ്നീഷ്യത്തിൻ്റെ മാസ് അത് അറിയാൻ മേല, അത് W1 എന്ന് തന്നെ ഇടുക. അവിടെ 1 തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ചാടി വീഴണ്ട. നമ്മൾ 10 gram അലുമിനിയത്തിന് ഇക്വലൻ്റായ മഗ്നീഷ്യത്തിൻ്റെ എമൗണ്ട് എത്ര എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, so W1 divided by, what is W2? W2 10 gram aluminum. What is equivalent mass of magnesium? Atomic mass of magnesium is 24. അപ്പോൾ equivalent mass 24 divided by valency 2, അപ്പോൾ 12 എന്ന് കിട്ടും. Divided by, what is equivalent mass of aluminum? Atomic mass is 27, so equivalent mass is 27 divided by 3, so that is 9. So ഇവിടെ നിന്ന് W1 കിട്ടും, very simple, 12 into 10 divided by 9 എന്ന് കിട്ടും. ശരിയല്ലേ? എത്ര കിട്ടി ആൻസർ? 12 into 10 divided by 9. കണ്ടുപിടിക്കും മക്കളെ, ഈ വാല്യൂ മാത്രം. 12 into 10 divided by 9 കണ്ടുപിടിച്ച ആൻസർ പറയാം. വേഗാവട്ടെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അരവിന്ദു സാർ കേട്ടാ, 13.33 എന്ന് കിട്ടി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. 10 gram അലുമിനിയത്തിന് തുല്യമായ ഇക്വലൻ്റായ മഗ്നീഷ്യത്തിൻ്റെ എമൗണ്ട് 13.33 gram ആണ്. 10 gram അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 13.33 gram മഗ്നീഷ്യം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് ഈക്വൽ ആണ്. ഇനി നിങ്ങൾക്കറിയാം 1 gram മഗ്നീഷ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 5 രൂപ ചിലവാകുമെങ്കിൽ 13.33 gram മഗ്നീഷ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ 13.33 ഇൻറ്റു 5 രൂപ ആണ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി സാറിന് എക്സാം ചോദിക്കാറുണ്ട്. സോ 13.33 ഇൻറ്റു 5, വാട്ട് ഇസ് ദ റൈറ്റ് ആൻസർ? 13.33 ഇൻറ്റു 5 ചെയ്തിട്ട് ആൻസർ പറ. 13.33 ഇൻറ്റു 5.
പറഞ്ഞില്ലേ? 66.65. ഓക്കെ, വെരി ഗുഡ്. 66 എന്താണ് ആ സെഷൻ ഉണ്ടോ അതിനകത്ത്? 66.67 Last option. ഉണ്ട്, ലാസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അതിനകത്ത് ആൻസർ ഉണ്ട്. പിന്നെ അപ്പം ഞാൻ ജസ്റ്റ് ബോർഡൊന്ന് കാണിച്ചു തരാം. എപ്പോഴും കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കും. ഞാൻ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് എന്താണ് നിങ്ങൾക്ക് എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. അതിനുള്ള ഐഡിയ ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 20 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ അതിന് അലുമിനിയത്തിന് ഇക്വലൻ്റായ മഗ്നീഷ്യം കണ്ടുപിടിച്ചു. എന്നിട്ട് അത് ഉപയോഗിച്ച് എമൗണ്ട് കണ്ടുപിടിച്ചു. ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ. ഇപ്പോൾ സാറിൻ്റെ ക്ലോക്കിൽ 8:23 ആണ്. സോ 8:40 വരെ നിങ്ങൾക്ക് ബ്രേക്ക് ആണ്. 8:40 വരെ. ഓക്കെ. ഓക്കെ, ബ്രേക്ക് 8:40 ആകുമ്പോൾ റീജോയിൻ ചെയ്യുക. റീജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ 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 ഓക്കെ. 8:40 ഇപ്പോൾ 15 മിനിറ്റ് കിട്ടും.
8:39 8:40 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ 8:40 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇതൊക്കെയാണ്. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിനകത്ത് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ്, ഇലക്ട്രോളിസിസ്, അതുപോലെ ഇലക്ട്രോ കെമിക്കൽ സെൽസ്, കൊമേഴ്സ്യൽ സെൽസ്, നോൺ സ്റ്റിക്വേഷൻ, പിന്നെ കൊറോഷൻ, ഇങ്ങനെ പല പല പാർട്ടുകളാണ്. അതിൽ ഫസ്റ്റ് പാർട്ടായി നമ്മൾ ഇലക്ട്രോളിസിസ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. എല്ലാ ഐഡിയയും പറഞ്ഞു, എൻട്രൻസ് ഐഡിയകളൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്താണ് ഒരു 20 ക്വസ്റ്റ്യൻസും നമ്മൾ ഒന്ന് ചെയ്ത് മനസ്സിലാക്കി. 50 ക്വസ്റ്റ്യൻ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഡിഫിക്കൽട്ടിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു സെഷനോടെ വയ്ക്കാം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് സാറ് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ എന്നുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ആദ്യം മുതൽ പഠിപ്പിക്കുന്ന എല്ലാ ഐഡിയകളും വളരെ ക്ലിയറായി കേട്ടിരുന്ന് മനസ്സിലാക്കിയാലാണ് ആക്ച്വലി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 8:41 ആയിട്ടുണ്ട്. 9:30 വരെയാണല്ലോ ക്ലാസ് ടൈം. അപ്പോൾ ആ 9:30 വരെ ഉള്ള സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. പിന്നെ വീഡിയോ ഇന്ന് തന്നെ ഞാൻ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും കാണുന്നവർക്ക് അവിടെ വീണ്ടും കാണുക, എന്നിട്ട് വരിക. ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ? ഓക്കെ, ശരി, വാ. അപ്പോൾ സാറിന് പറയാനുള്ളത് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻസ് ആണ്. അത് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് ആദ്യം പറയേണ്ടത് നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയണം. അപ്പോൾ അതിലാദ്യം ഞാൻ കണ്ടക്ടേഴ്സ് പറയുന്നു. സോളിഡ് സ്റ്റേറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സബ്സ്റ്റൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. ഓർമ്മയുണ്ടാവും. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഓർമ്മയില്ലേ? ശരി. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് നമ്മളവിടെ പഠിച്ചു കഴിഞ്ഞു. ഈ കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സും പഠിച്ചിട്ടുള്ളതാണ്. ചില കാര്യങ്ങൾ സാർ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. എന്താണ് കണ്ടക്ടേഴ്സ്? സാർ, കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. ആരാണോ തന്നിലൂടെ ഇലക്ട്രിസിറ്റിയെ കടന്നു പോകാൻ അനുവദിക്കുന്നത് അയാളെ നിങ്ങൾ കണ്ടക്ടർ എന്ന് വിളിക്കണം. കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം. ഏത് സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാലും അല്ലെങ്കിൽ കടന്നു പോയാലും അയാൾ കണ്ടക്ടേഴ്സ്. ആരാണോ ഇലക്ട്രിസിറ്റിയെ വളരെ ഫീബിളായി മാത്രം കടന്നു പോകാൻ അനുവദിക്കുന്നത്, ആൾമോസ്റ്റ് നെഗ്ലിജിബിൾ കണ്ടക്ടൻസ് ഉള്ളത്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റർ. അപ്പം നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഉള്ള ആളിനെ കണ്ടക്ടർ എന്നും, ഫീബിൾ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഉള്ള ആളിനെ ഒരു ഇലക്ട്രോൺ പോലും കടന്നു പോകില്ല എന്നെനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഫീബിൾ എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. അപ്പോൾ ഫീബിളായി ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഉള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്തോന്ന്? ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ആരാണ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നത് അയാളുടെ പേര് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാം, ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന 2 കണ്ടക്ടേഴ്സ്? സർ, ഫസ്റ്റ് വൺ ഈസ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്. കേട്ടിട്ടുണ്ടാവുമല്ലോ. സർ, രണ്ടാമത്തത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്. സോ കണ്ടക്ടേഴ്സ് ആർ ഓഫ് 2 ടൈപ്പ്, മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലൈറ്റിക്. വെരി സിമ്പിൾ ആണ്, മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലൈറ്റിക്. എന്താണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്?
Sir, metallic conductors are metallic substances which allow the passage of electricity through them without undergoing any chemical change. യാതൊരുവിധ കെമിക്കൽ ചേഞ്ചിനും വിധേയമാകാതെ തന്നിലൂടെ ഇലക്ട്രിസിറ്റിയെ കടന്നു പോകാൻ അനുവദിക്കുന്നവൻ്റെ പേരാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം വിതൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടല്ലോ ഇപ്പോൾ, ഇല്ലേ? ഉണ്ട്. ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വയറിംഗ് ചെയ്തിട്ടുണ്ടാവും. ആ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത് ഗോൾഡ് വയർ അല്ലേ? അല്ല, പിന്നെ എന്ത് വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഉള്ളത് ആർക്കാണ് പറഞ്ഞേ? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഗോൾഡ് അല്ല, സിൽവർ ആണ്. ഓക്കെ, സിൽവറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് ഉള്ളത്. പക്ഷേ സിൽവർ ഉപയോഗിക്കാതെ നമ്മൾ കോപ്പർ ഉപയോഗിക്കുന്നത് കോസ്റ്റ് നമുക്ക് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കോപ്പർ ഉപയോഗിക്കുന്നത്. വീട്ടിൽ വയറിംഗ് ചെയ്ത് അന്ന് കോപ്പർ ആണ് ഉപയോഗിച്ചിരുന്നത്. അതിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ എത്രയോ വർഷങ്ങളായിട്ടുണ്ടാവും. വല്ല മാറ്റവും സംഭവിച്ചിട്ടുണ്ടോ? അതിപ്പോഴും കോപ്പറായിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്? അതാണ് the substances which allow the passage of electricity through them without undergoing any chemical change. ഒരു കെമിക്കൽ ചേഞ്ചിനും വിധേയമാകാതെ ഇലക്ട്രിസിറ്റിയെ തന്നിലൂടെ കടത്തിവിടുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്. എല്ലാ മെറ്റാലിക് സബ്സ്റ്റൻസുകളും എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സ് ആണ്. ക്ലിയർ? സാർ, ഒരു നോൺ മെറ്റലിന് ഞങ്ങൾക്കറിയാം സാർ, ഗ്രാഫൈറ്റ്. ഓർമ്മയുണ്ടോ? ഗ്രാഫൈറ്റും ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. അയാളെയും കൂടെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പറയുക? മെറ്റാലിക് കണ്ടക്ടേഴ്സ്. മെറ്റൽസിലൂടെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇലക്ട്രോൺസ് ആണ്. സോ മെറ്റാലിക് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് വഴിയാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ഇലക്ട്രോണുകൾ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെ നമ്മൾ വേറൊരു പേര് വിളിക്കും ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ അതെ മറ്റൊരു പേരെന്താ? ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. അപ്പം മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. ക്ലിയർ ആണോ? ഇല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ആയിക്കോട്ടെ മക്കളെ. അടുത്ത നിങ്ങൾ ഓർക്കേണ്ടത്, സാധാരണ ഈ പറഞ്ഞ മെറ്റാലിക് കണ്ടക്ടേഴ്സിൽ കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് പറഞ്ഞു. മെറ്റൽസിലൂടെയുള്ള ഇലക്ട്രോണുകളുടെ കണ്ടക്ഷൻ വളരെ ഈസി ആയിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ മെറ്റാലിക് കണ്ടക്ഷൻ ജനറലി ഹൈ ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓർത്ത് വയ്ക്കണം. സോ മെറ്റാലിക് കണ്ടക്ഷൻ ഈസ് ജനറലി ഹൈ. ടെമ്പറേച്ചർ വ്യത്യാസം വന്നാൽ മെറ്റാലിക് കണ്ടക്ഷന് എന്ത് സംഭവിക്കും? നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പഠിച്ചപ്പോൾ മെറ്റലുകളുടെ ലാറ്റിസ് എടുത്താൽ അവിടെ ചിലപ്പോൾ CCPയോ BCCയോ HCPയോ സിമ്പിൾ ക്യൂബൊക്കെ ആവാന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പോൾ ഇത് മെറ്റലുകളുടെ പ്രത്യേകത, മെറ്റലുകളിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ബാക്കിയുള്ള പാർട്ടിനെ കേർണൽ എന്ന് വിളിക്കുമെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആ കേർണൽസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതിനിടയിലൂടെയാണ് ഇലക്ട്രോണുകൾ മൂവ് ചെയ്ത് പോവുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ വൈബ്രേഷൻ കൂടും. കേർണലുകൾ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൂടെ ഈ ഇലക്ട്രോണുകൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ ടെമ്പറേച്ചർ കൂടിയാൽ ഇലക്ട്രോണുകളുടെ ഫ്ലോ കുറയും. അതുകൊണ്ട് തന്നെ മെറ്റാലിക് കണ്ടക്ഷൻ, മെറ്റലുകളുടെ കണ്ടക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പോയിന്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളൂ. കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, മെറ്റാലിക് കണ്ടക്ടേഴ്സും ഇലക്ട്രോളിക് കണ്ടക്ടേഴ്സും. ആരാണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്? ദ സബ്സ്റ്റൻസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം വിതൗട്ട് അണ്ടർഗോയിങ് എനി കെമിക്കൽ ചേഞ്ച്. അപ്പോൾ നമ്മൾ അതിൽ മെറ്റാലിക് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്, ഹെൻസ് ദേ ആർ ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. അതുപോലെ മെറ്റാലിക് കണ്ടക്ഷൻ ഈസ് ജനറലി ഹൈ ആൻഡ് മെറ്റാലിക് കണ്ടക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞത്. ടെമ്പറേച്ചർ കൂടിയാൽ കേർണൽസിൻ്റെ വൈബ്രേഷൻ കൂടും. ഇലക്ട്രോണുകൾക്ക് ഫ്ലോ ചെയ്യുമ്പോൾ തടസ്സം കൂടുതൽ അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് കൂടും. അതുകൊണ്ട് തന്നെ കണ്ടക്ഷൻ കുറയും. ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ഇനി അടുത്ത് ഞാൻ എവിടേക്ക് പോവാണ്? ഇലക്ട്രോണിക് കണ്ടക്ഷൻ. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വരാം. മെറ്റാലിക് കണ്ടക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് സാധാരണ എക്സാം ചോദിക്കാറുണ്ട്. മെറ്റാലിക് കണ്ടക്ഷൻ ആക്ച്വലി 3 കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുക. ദ ഫസ്റ്റ് വൺ ഈസ്
nature and structure of the metal. Nature and structure of the metal. ഇപ്പം നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ചോദിച്ചു സിൽവറിനാണോ അഥവാ കോപ്പറിനാണോ കൂടുതൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ആൻസർ എന്തായിരുന്നു? സിൽവറിനായിരുന്നോ കോപ്പറിനാണോ? സിൽവറിനാണ്. അപ്പം സിൽവറിൻ്റെയും കോപ്പറിൻ്റെയും ആറ്റങ്ങൾ ഡിഫറൻ്റ് ആണ്. അപ്പം നേച്ചർ ഡിഫറൻ്റ് ആണ്. നേച്ചർ മാറിയാൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ മാറും. ക്ലിയർ ആണോ? ഇനി സ്ട്രക്ചർ. ഓരോ മെറ്റലുകൾക്കും ഓരോ മെറ്റാലിക് ലാറ്റിസ് ഉണ്ടാകും. ചില ലാറ്റിസിലൂടെ ഇലക്ട്രോണുകൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, ചില ലാറ്റിസുകളിലൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ കണ്ടക്ഷൻ കുറവായിരിക്കും. അപ്പോൾ സ്ട്രക്ചർ മാറിയാലും നേച്ചർ മാറിയാലും ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ അഫക്റ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അടുത്ത് നമ്മൾ പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. ഒരാറ്റം എടുക്കുക, ആ ആറ്റത്തിലുള്ള വാലൻസ് ഇലക്ട്രോൺസ് നോക്കുക. നിങ്ങൾക്കറിയാം മെറ്റലുകളിൽ വാലൻസ് ഇലക്ട്രോണുകളാണ് ഫ്രീ ഇലക്ട്രോണുകൾ. ആ ഫ്രീ ഇലക്ട്രോണുകൾ ഒരു സീ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് മൂവ് ചെയ്ത് നടക്കുന്നത് കൊണ്ടാണ് മെറ്റൽസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്. വാലൻസ് ഇലക്ട്രോണുകൾ കൂടിയാൽ, കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായാൽ ഈസി ആയിട്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയും. അപ്പം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം, നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി മെറ്റൽ, ഈ രണ്ട് പോയിന്റുകൾ, ഈ രണ്ട് കാര്യങ്ങളെ ആക്ച്വലി മെറ്റാലിക് കണ്ടക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ ആണോ? Okay. And the third one is temperature. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ടെമ്പറേച്ചർ കൂടുന്തോറും മെറ്റാലിക് കണ്ടക്ഷൻ കുറയും. അതിൻ്റെ റീസണും പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷനാണ് ഡീറ്റെയിൽ പഠിക്കാൻ വരുന്നത്. പക്ഷേ ഞാൻ ബേസ് തൊട്ടേ പറയുവാണ്. ഈ ബേസ് തൊട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ പെർഫെക്റ്റ് ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ യു നോ ദ സബ്സ്റ്റൻസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഡിപ്പെൻഡിങ് അപ്പോൺ their conduction. They are conductors, semiconductors and insulators, but now in this chapter we are discussing only conductors and insulators. Okay, so what is conductors? Sir, conductors are substances which allow the passage of electricity through them. There are 2 types. ഏതൊക്കെയാണ്? മെറ്റാലിക് കണ്ടക്ടേഴ്സും ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സും. എന്താണ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്? മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആർ substances which allow the passage of electricity through them without undergoing any chemical change. Their conduction is due to the movement of electrons, and they are also known as electronic conductors. Then metallic conduction is generally high, and it decreases with the increase in temperature. And the metallic conduction depends upon 3 factors. What are the factors on which metallic conduction depends? The answer is very simple: nature and structure, number of valence electrons per atom, and temperature. Clear? Yes, sir. ഒരു കൺഫ്യൂഷൻസും ഇല്ലല്ലോ മക്കളെ? ഇല്ല. ഓക്കെ, ഇല്ല. ഓക്കെ, നൗ ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ്. ഈ ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സിന് വേറൊരു പേര് വിളിക്കും. നിങ്ങൾക്കറിയാം, അവർ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോലൈറ്റ്സ്. കേട്ടിട്ടുണ്ടല്ലോ? ഓക്കെ, എന്താണ് ഇലക്ട്രോലൈറ്റ്സ്? പറഞ്ഞേ. ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് which allow the passage of electricity through them and undergoes a chemical change. Very important. Electrolytes are substances which allow the passage of electricity through them in their molten or in their aqueous solution state എന്നൂടെ പറയണം. അപ്പം മെൽറ്റ് ചെയ്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ആയി കിടക്കുമ്പോൾ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നവൻ ആരാണോ അവനാണ് ഇലക്ട്രോലൈറ്റ്. അവൻ്റെ പ്രത്യേകതയുണ്ട്. അവൻ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുമ്പോൾ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാകും. ആ കെമിക്കൽ ചേഞ്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഇലക്ട്രോളിസിസ്. ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം in their molten or in their aqueous solution state and undergoing a change. Clear ആണോ? എന്തോ? വീഡിയോ സ്റ്റക്കായി. ഇപ്പൊ കറക്റ്റായോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. അത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെയും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായല്ലോ. നമുക്ക് ചെക്ക് ചെയ്യാം, ഞാനത് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. സോ വാട്ട് ഈസ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഓർ വാട്ട് ഈസ് ഇലക്ട്രോലൈറ്റ്സ്? ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദം in their molten or in their aqueous solution state and undergoes a change എന്നാണ് സാർ പറഞ്ഞത്. ക്ലിയർ? ഓക്കെ, അവിടെ
ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് ഇലക്ട്രോൺസ് അല്ല, അവിടെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് അയോൺസ് ആണ്. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത് അയോൺസ് ആണെങ്കിൽ അവരെ നമ്മൾ വേറൊരു പേര് വിളിക്കും അയോണിക് കണ്ടക്ടേഴ്സ്. അപ്പൊ ഇലക്ട്രോലൈറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ് എന്നോ അല്ലെങ്കിൽ അയോണിക് കണ്ടക്ടേഴ്സ് എന്നോ നമുക്ക് അവരെ വിളിക്കാം. These are the substances which allow the passage of electricity through them in their molten or in their aqueous solution state and undergoes a change. The electrolytic conduction is due to the movement of ions, hence they are also known as ionic conductors. Clear ആണോ അല്ലേ? ഓക്കെ, സാറ് കുറച്ച് NaCl തരാം, സോഡിയം ക്ലോറൈഡ് കുറച്ച് സോഡിയം ക്ലോറൈഡിന്റെ കുറച്ച് ക്രിസ്റ്റൽസ് ആൻഡ് ശരിപ്പുണ്ട്. സോഡിയം ക്ലോറൈഡിനകത്ത് Na+ഉം Cl- ഉണ്ട്. Na+ഉം Cl-ഉം അയാൾ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുമോ ഇല്ലേ? വേഗം സമയം ഇല്ല. വെരി ഗുഡ്. എന്തുകൊണ്ടില്ല? അത് പഠിച്ചതാണ് നമ്മൾ. യെസ്, വെരി ഗുഡ്. സോൾട്ട് സെറ്റ് പഠിച്ചതാണ്. അവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്തില്ല. കാരണം ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അയോൺസിന് ഫ്രീഡം ഓഫ് മോഷൻ വേണം. അയോൺസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം, എങ്കിലല്ലേ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സോൾട്ട് സ്റ്റേറ്റിൽ അയോൺസിന് ഫ്രീഡം ഓഫ് മോഷൻ ഇല്ല, അതുകൊണ്ടാണ് അവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്തത്. ഓക്കെ, അതേ NaCl സാറ് മോൾട്ടൺ ആക്കി കഴിഞ്ഞാൽ, മെൽറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അയോണുകൾക്ക് ഫ്രീഡം ഓഫ് മോഷൻ കിട്ടി. അല്ലെങ്കിൽ അതേ NaCl സാറ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിനകത്ത് Na+ഉം Cl- അയോൺസ് ആയിട്ട് കിടക്കും. അപ്പോഴും ഇയാൾക്ക് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം NaCl ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. അയാൾക്ക് മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അയാളുടെ കണ്ടക്ഷൻ ഹൈ ആയിരിക്കുമോ അതോ ലോ ആയിരിക്കുമോ? ഹൈ ആയിരിക്കും. അങ്ങനെ ഹൈ ആണെന്നിരിക്കട്ടെ. ഹൈ ആണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ വീട്ടിൽ ഇത്രയും പൈസ കൊടുത്ത് കോപ്പർ വയറിൻ്റെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് പൈപ്പ് എടുത്തിട്ട് ആ പൈപ്പിനകത്ത് കുറച്ച് ഉപ്പ് വെള്ളം കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഇലക്ട്രിസിറ്റി വന്നോളുമായിരുന്നു. ശരിയല്ലേ? അപ്പം നമ്മൾ അതിന് പകരം ഇതാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പാണ് മെറ്റാലിക് കണ്ടക്ഷൻ ഹൈ ആണ്, പക്ഷെ ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷൻ കമ്പാരിറ്റീവ്ലി ലോ ആണ്. അപ്പോൾ ഇത് ലോ ആണ്. ഓക്കെ, ഇനി ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടിയാൽ അയോണുകൾ ഈസി ആയിട്ട് മൂവ് ചെയ്യും മക്കളെ. അയോണുകൾ ഈസി ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എന്താണ്? ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷൻ കൂടും. ഇത് ടെമ്പറേച്ചർ കൂടിയാൽ മെറ്റാലിക് കണ്ടക്ഷൻ കുറയും. ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷൻ ടെമ്പറേച്ചർ കൂടിയാൽ എന്തുകൊണ്ട് കൂടുമെന്ന് 4 ഫാക്ടറിനെ ബേസ് ചെയ്ത് പറയാൻ പറ്റും. അതിനുള്ള സമയമായില്ല. അത് കോൾറാഷോസ്ല പഠിപ്പിച്ച് അടുത്തെത്താറാകുമ്പോഴാണ് ഞാനത് പറയുക. അപ്പോൾ പറയാം. ഞാനിപ്പോൾ ബേസിക് ഐഡിയകൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ബേസ് തൊട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ കണ്ടക്ടേഴ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടക്ടേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, മെറ്റാലിക് കണ്ടക്ടേഴ്സും ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സും. മെറ്റാലിക് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് electrons, but the electrolytic conduction is due to the movement of ions. Metallic conductors are also known as electronic conductors. Electrolytic conductors are also known as electrolytes or ionic conductors. Here the metallic conduction is generally high, but the electrolytic conduction is generally low. Okay, good. Then as temperature increases, metallic conduction decreases, but here as temperature increases, electrolytic conduction increases. Our details I already പറഞ്ഞു കഴിഞ്ഞു. And metallic conduction depends on 3 factors. ഏതൊക്കെയാണ്? Nature and structure of the metal, number of valence electrons per atom, and temperature. ഇത്രയും ക്ലിയർ ആണോ? ആണ്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോലൈറ്റ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇത് 11th പോലും പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 2 ടൈപ്പ് ഏതൊക്കെയാണ് ഉള്ളത്? ദ ഫസ്റ്റ് വൺ ഈസ് ഓക്കെ, വെരി ഗുഡ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റുകൾ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? Sir, strong electrolytes are the substances which undergoes complete ionization in aqueous solution. ഞാൻ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോലൈറ്റ് തരും,
സ്ട്രോങ് ആണോ വീക്ക് ആണോ ഞാൻ നിങ്ങളോട് ചോദിക്കും. ഉടൻ തന്നെ എടുത്ത് വെള്ളത്തിലിട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുമെങ്കിൽ ഒരു സംശയവും വേണ്ട, അയാൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഏത് ഇലക്ട്രോലൈറ്റ് ആണോ വാട്ടറിൽ ഇടുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്നത് അയാൾക്ക് നമുക്ക് വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഇതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ആൽഫ എന്നൊരു ടേം ഉപയോഗിക്കുന്നതൊക്കെ 11th തന്നെ പഠിച്ചിട്ടുണ്ട്. ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓർമ്മയുണ്ടോ? ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആക്ച്വലി ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അയണൈസ്ഡ് ആണ്. അപ്പം നമ്മൾ എടുത്ത മോളിക്യൂൾസ് താഴെ എഴുതണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ടേക്കൺ നമ്മൾ താഴെ എഴുതണം. ഓക്കെ. മേളിൽ അതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് അയോണൈസ്ഡ് എഴുതണം. മോളിക്യൂൾസ് അയോണൈസ്ഡ്. ഓക്കെ. അപ്പം നമ്പർ ഓഫ് മോൾസ് അയണൈസ്ഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ടേക്കൺ എന്നെടുത്താലും മതിയാവും. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഞാൻ അതിൽ കൂടുതൽ ഒന്നും സമയം വേസ്റ്റ് ആക്കി കളയുന്നില്ല. ആൽഫ എന്നാൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ഞാൻ എടുത്തതിൽ എത്ര പേർ അയണൈസ് ചെയ്തു? ഞാൻ 100 പേരെടുത്തു. അതിൽ 100 പേരും അയണൈസ് ചെയ്തെന്നിരിക്കട്ടെ. അതാണ് കംപ്ലീറ്റ് അയണൈസേഷൻ. എങ്കിൽ ആൽഫ എത്ര? ഞാൻ എടുത്തത് 100, അയണൈസ് ചെയ്തത് 100. അങ്ങനെ 100ൽ 100 അയണൈസ് ചെയ്താൽ ആൽഫ എത്ര ഇടും മക്കളെ? 1. ആൽഫയുടെ ഹയസ്റ്റ് വാല്യൂ 1 ആണ്. 1നേക്കാൾ കൂടുതൽ ഒരിക്കലും ആൽഫയുടെ വാല്യൂ വരത്തില്ല. കാരണം ആൽഫയുടെ വാല്യൂ 2 വരണമെങ്കിൽ എന്ത് ചെയ്യണം? താഴെ 100ഉം മേളിൽ 200 ആണെങ്കിലല്ലേ I2 വരുള്ളൂ. അങ്ങനെ 100 എണ്ണം എടുക്കുമ്പോൾ 200 എണ്ണം അയണൈസ് ചെയ്യുന്ന സാഹചര്യം പോസിബിൾ അല്ല. 100 എടുത്താൽ മാക്സിമം 100 അയണൈസ് ചെയ്യാം. ശരിയല്ലടാ? 100 എടുത്താൽ മാക്സിമം 100 എണ്ണം അയണൈസ് ചെയ്യാം. 100ൽ കൂടുതൽ അയണൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആകെ 100 എണ്ണല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആൽഫയുടെ ഹയസ്റ്റ് വാല്യൂ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്ത് പറയണം? ആൽഫയുടെ ഹയസ്റ്റ് വാല്യൂ 1. ആൽഫയുടെ ഹയസ്റ്റ് വാല്യൂ 1 ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആൽഫ എത്രയാണ്? 1. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നോ ഇല്ലെന്നോ? ഒരു കൺഫ്യൂഷനും ഇല്ല. ആൽഫയുടെ ഹയസ്റ്റ് വാല്യൂ 1. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അയണൈസ് ചെയ്യും. സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകൾ, സ്ട്രോങ് ബേസുകൾ, അതുപോലെ സാൾട്ടുകൾ ഒക്കെ നമ്മൾ സ്ട്രോങ് കാറ്റഗറിയിൽ പെടുത്തും. എന്ന് പറഞ്ഞാൽ HCl, H2SO4 ഒക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ്. NaOH, NaOH, KOH, RbOH, CSOH ഇതൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഹൈഡ്രോക്സൈഡുകളാണ്. അവരൊക്കെ എന്താണ്? സ്ട്രോങ് ആണ്. അതുപോലെ NaCl സാൾട്ടുകൾ അതൊക്കെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഈ വേർഡുകളൊക്കെ ഉപയോഗിക്കും. അവർ കംപ്ലീറ്റ് അയണൈസ് ചെയ്യോ പാർഷ്യൽ അയണൈസ് ചെയ്യോ എന്നൊക്കെ ഞാൻ നിങ്ങളടുത്ത് ചോദിക്കും. ആ സമയത്തൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ബേസ് ഇട്ട് തരുവാണ്. ഓക്കെ. ഓക്കെ. അപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആൽഫ 1 ആണ്. ഇനി എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? സാർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് അണ്ടർഗോസ് ഓൺലി ഫീബിൾ അയണൈസേഷൻ. കുറച്ച് അയണൈസ് ചെയ്യുള്ളൂ. സാറ് 100 പേരെ എടുത്ത് വെള്ളത്തിലിട്ട് കൊടുത്തു, 10 എണ്ണേ അയണൈസ് ചെയ്തുള്ളൂ എങ്കിൽ അയാൾ വീക്ക് ഇലക്ട്രോലൈറ്റ്. 20 എണ്ണം അയണൈസ് ചെയ്തു, അപ്പോഴും വീക്ക് തന്നെ, പക്ഷെ നേരത്തേക്കാൾ അല്പം സ്ട്രോങ് ആണ്. സാറ് എ എന്നൊരു ഇലക്ട്രോലൈറ്റിനെ വെള്ളത്തിലിട്ടു, 100ൽ 10 പേര് അയണൈസ് ചെയ്തു. സാർ ബി ഇട്ടു, 100ൽ 20 പേര് അയണൈസ് ചെയ്തു. അപ്പൊ രണ്ടുപേരും വീക്ക് തന്നെ അല്ലേ? പക്ഷെ ബി എന്ന് പറയുന്നത് മോർ സ്ട്രോങ് ആണ്. ആരേക്കാൾ? എയേക്കാൾ. ബാക്കിയുള്ളവർ എന്താ റെസ്പോണ്ട് ചെയ്തത്? മനസ്സിലായില്ലേ മക്കളെ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലേ സാറിനൊരു എനർജി ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരി, ആയിക്കോട്ടെ. സാറ് മുന്നോട്ട് പോണു. വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഫീബിൾ അയണൈസേഷൻ ആയിരിക്കും. അപ്പൊ ആൽഫ നോർമലി എത്രയായിരിക്കും? 100ൽ 10 പേർ അയണൈസ് ചെയ്തു. അങ്ങനെ 100ൽ 10 പേർ അയണൈസ് ചെയ്താൽ ആൽഫ 0.1 അല്ലേ കിട്ടുള്ളൂ. 100ൽ 20 പേർ അയണൈസ് ചെയ്തു, അപ്പൊ 20/100 0.2 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ആൽഫ യൂഷ്വലി ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ ആൽഫ ലെസ് ദാൻ 1 ആണ് ആർക്ക്? വീക്ക് ഇലക്ട്രോലൈറ്റിന്. ആൽഫ 1 ആണ് ആർക്ക്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ഇത് രണ്ടും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി വീക്ക് ഇലക്ട്രോലൈറ്റിനെ പറ്റി എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു വയ്ക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. അസറ്റിക് ആസിഡിനെ അറിയാമോ? അസറ്റിക് ആസിഡ് അയാളൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഓർഗാനിക് ആസിഡ് ആണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഈ അസറ്റിക് ആസിഡിനെ സാർ വാട്ടറിലേക്ക് ഇട്ടെന്നിരിക്കട്ടെ. അപ്പോൾ CH3COOH അസറ്റിക് ആസിഡ്. ഇയാളെ സാർ വാട്ടറിലേക്ക് ഇട്ടാൽ എന്തൊക്കെയായിട്ട് മാറും മക്കളെ? പറഞ്ഞേ.
CH3O മൈനസും H പ്ലസും. ഇനി വാട്ടർ ചേർത്ത് H3O പ്ലസ് എന്ന് എഴുതാം. ഞാൻ വാട്ടറിൽ മേളിലായതുകൊണ്ട് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ CH3CO മൈനസ് ആൻഡ് H പ്ലസ് ആയിക്കോട്ടെ. ഇയാളുടെ പ്രത്യേകത 11th അയോണിക്കിലൊക്കെ പഠിപ്പിച്ചു തന്നെയാണ്. റിവേഴ്സിബിൾ ആരൊക്കെയാണ് കിടക്കുന്നത്. കംപ്ലീറ്റ്ലി ഇയാൾ അയണൈസ് ചെയ്യത്തില്ല. സാർ ഇതിൻ്റെ 100 എണ്ണത്തിനെ വാട്ടറിലേക്ക് ഇട്ടു, അതിൽ 10 എണ്ണം അയണൈസ് ചെയ്തു. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 0.1 കിട്ടി. ശരിയല്ലേ? സാറ് ആ സൊല്യൂഷനിലേക്ക് അല്പം വാട്ടർ ഒഴിച്ചു, സോൾവെന്റ് ഒഴിച്ചു. അങ്ങനെ സോൾവെന്റ് ഒഴിച്ചാൽ ആ സൊല്യൂഷൻ ഡൈല്യൂട്ട് ആവും. ശരിയല്ലേ? അങ്ങനെ ഡൈല്യൂട്ട് ആയപ്പോ സാർ അനലൈസ് ചെയ്തപ്പോ 100ൽ 20 പേർ അയണൈസ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു എത്ര? 0.2. നേരത്തെ ആൽഫ എത്രയായിരുന്നു? ഇപ്പൊ എത്രയായി? 0.2. ഞാൻ എന്താ ചെയ്തത്? അല്പം വെള്ളം ഒഴിച്ചു, അപ്പൊ ഡൈല്യൂട്ട് ആക്കി. ഡൈല്യൂട്ട് ആക്കും തോറും അയോണൈസേഷൻ കൂടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ശരിയല്ലേ? സാറ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു മക്കളെ. അപ്പൊ കുറച്ചുകൂടെ അയണൈസ് ചെയ്യും. 30 പേര് അയണൈസ് ചെയ്തു. അപ്പൊ 30/100 0.3 എന്ന് കിട്ടും. ഓക്കെ സാറ് പിന്നെയും വെള്ളം ഒഴിക്കുന്നു, പിന്നെയും ഒഴിക്കുന്നു. അങ്ങനെ ഇവർ അയണൈസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അയണൈസ് ചെയ്ത് ഇവർ 100ൽ 100 അയണൈസ് ചെയ്തു. അങ്ങനെ 100ൽ 100 അയണൈസ് ചെയ്താൽ ആൽഫ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1. അങ്ങനെ 100ൽ 100 അയണൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് ഇൻഫിനിറ്റ് ആയിട്ട് വെള്ളം ഒഴിക്കണം, അഥവാ ഇൻഫിനിറ്റ് ആയിട്ട് ഡൈല്യൂട്ട് ആക്കണം. അപ്പോൾ ഒരു സൊല്യൂഷനെ ഇൻഫിനിറ്റ് ആയിട്ട് ഡൈല്യൂട്ട് ആക്കിയാൽ അതിൻ്റെ ആൽഫ എത്രയാവും? 1 ആവും. ഒന്ന് വന്നേ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആൽഫ എത്ര? 1. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആൽഫ നോർമലി ലെസ് ദാൻ 1 ആണ്. ശരിയല്ലേ? എന്നാൽ നോർമലി ലെസ് ദാൻ 1 ആണെങ്കിലും സാർ എന്ത് ചെയ്തു? ഡൈല്യൂട്ട് ആക്കുന്നതിനനുസരിച്ച് ആൽഫയുടെ വാല്യൂ കൂടി വരാം. എന്നിട്ട് എത്ര ആകാം? 1 ആകാം. എപ്പോഴാണ്? ഓൺലി അറ്റ് ഡൈല്യൂഷൻ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ആൽഫ എത്ര? വീണ്ടും വേഗം പറഞ്ഞ ആൻസർ 1. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആൽഫ എത്ര? ലെസ് ദാൻ 1. സോ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആൽഫ 1 ആകുമോ? ആകും. എപ്പോ ആകും? ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ സാറ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ഷൻ പഠിക്കാനുള്ള ബേസ് പഠിപ്പിച്ചതാണ്. ഇപ്പൊ സാർ കണ്ടക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞു തന്നു. അത് 2 ടൈപ്പ് ഉണ്ട്, മെറ്റാലിക് കണ്ടക്ടേഴ്സ്, ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സും. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ്. ഇലക്ട്രോലൈറ്റ്സിൻ്റെ 2 ടൈപ്പ്, സ്ട്രോങ്ങും വീക്കും. അതിൻ്റെ ആൽഫ എങ്ങനെയായിരിക്കും? വീക്ക് ആണെങ്കിൽ എങ്ങനെ ഡൈല്യൂട്ട് ആക്കുമ്പോൾ ആൽഫ കൂടും. ഇൻഫിനിറ്റ് ഡൈല്യൂട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഫ 1 ആകും. അത് വീക്ക് ഇലക്ട്രോലൈറ്റിനും ആൽഫ 1 ആവും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എപ്പോഴും ആൽഫ എത്രയാണ്? 1. വീക്ക് ഇലക്ട്രോലൈറ്റിന് നോർമലി ആൽഫ ലെസ് ദാൻ 1 ആണ്. ബട്ട് ആസ് ഡൈല്യൂഷൻ ഇൻക്രീസസ് ആൽഫ കൂടും. എന്നിട്ട് ആൽഫയുടെ വാല്യൂ എത്രയാകാം? 1 ആകാം. ഓൺലി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ. അത്രയും ക്ലിയർ ആണോ? ശരി. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഈ പേജിൽ തന്നെ എന്താണ് ഇതോടെ ഒരു ടേം കൂടെ ഒന്നുകൂടെ പഠിപ്പിച്ചിട്ട് പോവാം. ഓക്കെ, ഇതൊന്ന് നോക്കിയാണോ എനിക്ക് പറയാനുള്ളത്? എന്താണ് നോൺ ഇലക്ട്രോലൈറ്റ്സ്? ഇൻസുലേറ്റേഴ്സ് എന്തായിരുന്നു? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ആളിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലേറ്റേഴ്സ്. അഥവാ വെരി ഫീബിളായി ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് വെരി ഫീബിളായി ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസുലേറ്റേഴ്സ്. ഇവിടെ ഇരിക്കണ എന്താ? നോൺ ഇലക്ട്രോലൈറ്റ്സ്. എന്തായിരുന്നു ഇലക്ട്രോലൈറ്റ്സ്? Okay, very good, very good. The substance which allow the passage of electricity through them in their molten or in their aqueous solution and undergoes a change. അതാണ് ഇലക്ട്രോലൈറ്റ്സ് അല്ലേ? സാറ് വീട്ടിൽ പോയി നമ്മളെ ബാത്ത് ടബിൽ നിറയെ വെള്ളം, അതിനകത്ത് കുറേ NaCl ഒരു ചാക്കിട്ടു,
എന്താണ് ഡിസോൾവ് ആക്കി എന്നിട്ട് അതിനകത്തേക്ക് 2 ഇലക്ട്രിസിറ്റി 2 വയറും എടുത്തിട്ടിട്ട് സാധനത്തോട്ട് ചാടി. എന്ത് പറ്റും? എന്തുപറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്താണ് NaCl ആണ്, ഡിസോൾവ് ആയി കിടക്കുവാണ്. ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യോ? കണ്ടക്ട് ചെയ്യും. അപ്പോൾ എന്താണ് സാർ വിവരം അറിയും. പകരം ഈ പറഞ്ഞ NaCl പകരം സാർ ഒരു ചാക്ക് പഞ്ചസാരയാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ കെയിൻ ഷുഗർ വാട്ടറിൽ സോലുബിൾ ആണോ? അയ്യോ പഞ്ചസാര വെള്ളത്തിൽ ഡിസോൾവ് ആകുമെന്നാണ് സാർ ചോദിക്കുന്നത്. ഡിസോൾവ് ആകുമ്പോൾ ഏതൊക്കെ അയോൺസ് ആണ് ഉണ്ടാവുന്നത്? പഞ്ചസാര വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പോൾ ഏതൊക്കെ അയോൺസ് ഉണ്ടാവുമെന്നാണ് ഞാൻ ചോദിച്ചത്. വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. അയോൺസ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ NaCl ഡിസോൾവ് ചെയ്യുമ്പോൾ അയോൺസ് ഉണ്ടാവും. അപ്പോൾ അയോണിക് കോമ്പൗണ്ടുകൾ വാട്ടറിൽ ഡിസോൾവ് ആകുന്നത് അയോൺസ് ആയിട്ട് മാറുമ്പോഴാണ്. എന്നാൽ ഈ പറഞ്ഞ പഞ്ചസാര വെള്ളത്തിൽ ഡിസോൾവ് ആവാൻ കാരണം അയോൺസ് ഉണ്ടാവുന്നതല്ല. അതിൻ്റെ റീസണും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ വെരി ഗുഡ്. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവുന്നത് കൊണ്ടാണ്, അവിടെ അയോൺസ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഈ കെയിൻ ഷുഗറിൻ്റെ അക്വ സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ അവർ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യില്ല. കാരണം അവിടെ എന്താണ് അയോൺസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ അക്വ സൊല്യൂഷൻ ആയിരിക്കുമ്പോഴോ മോൾട്ടൺ ആയിരിക്കുമ്പോഴോ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസുകൾക്ക് വിളിക്കുന്ന പേരാണ് എന്തോന്ന്? നോൺ ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ്, നോൺ ഇലക്ട്രോലൈറ്റ്സ്, ആ ഡീറ്റെയിൽസ് എല്ലാം സാർ പറഞ്ഞു. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. ഓക്കെ വെയിറ്റ്. ഇനി ഞാൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തൊട്ട് പഠിപ്പിച്ചു തുടങ്ങണം. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, അത് കഴിഞ്ഞിട്ട് ഇക്വലന്റ് കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന് എങ്ങനെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എങ്ങനെ, അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കോൾറാഷസ് ലോ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയാണ് അതിൻ്റെ അടുത്ത പാർട്ട് പോകുന്നത്. സോ സാറിൻ്റെ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9:12 അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള 15 മിനിറ്റ് കൊണ്ട് കുറച്ച് കാര്യങ്ങളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്ലോ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പഠിപ്പിക്കുന്നത് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ 20 ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള സമയം കൊണ്ട് 5 ദിവസത്തിനോട് ചെയ്യാം. ഓക്കെ. സോ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നോക്കിയേ ക്വസ്റ്റ്യൻ നമ്പർ 21. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എടുത്തോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 21 വായിച്ചേ. ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വാസ് പാസ്ഡ് ത്രൂ 2 സെപ്പറേറ്റ് ഇലക്ട്രോലൈറ്റിക് സെൽസ് കണ്ടെയ്നിങ് സൊല്യൂഷൻസ്. നേരത്തെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ എഴുതി വെച്ച സ്ഥലമൊന്നും എടുക്കണേ. സൊല്യൂഷൻസ് ഓഫ് നിക്കൽ നൈട്രേറ്റ് ആൻഡ് ക്രോമിയം നൈട്രേറ്റ് റെസ്പെക്റ്റീവ്ലി. If 0.3 gram of nickel was deposited in the first cell, the amount of chromium deposited ആണ് കണ്ടുപിടിക്കേണ്ടത്. നിക്കൽ ഉണ്ട്, ക്രോമിയം ഉണ്ട്. അതിൽ ഒരാളുടെ മാസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 2 പേരുള്ളപ്പോൾ ഒരാളുടെ മാസ് അറിയാമെങ്കിൽ മറ്റേയാളുടെ മാസ് കണ്ടുപിടിക്കാൻ W1/W2 = D1/E2. എത്ര സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോകാം. വന്നേ. The same amount of electricity was passed through 2 separate electrolytic cells containing solutions of nickel nitrate. What is the formula of nickel nitrate? ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്. What is the formula of nickel nitrate? Okay, very good. NiNO3 twice. NiNO3 twice. അതിൻ്റെ ഫോർമുല ചോദിക്കുന്നതിലൂടെ നിക്കലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 2+ ആണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് സാർ ചെക്ക് ചെയ്തത്. ഓക്കെ, അടുത്ത് കൂടെ ആരാ ഉള്ളത് നോക്കിയേ. ക്രോമിയം നൈട്രേറ്റ്. സോ വാട്ട് ഇസ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം നൈട്രേറ്റ്? അല്ല, ഓക്സിഡേഷൻ നമ്പർ ഫോർമുല. ഓക്കെ, CrNO3 thrice. ഓക്കെ, അപ്പോൾ അതിനകത്തുള്ള ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ Cr3+. ഓക്കെ. ഇനി ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിക്കലിൻ്റെയും ക്രോമിയത്തിൻ്റെ അറ്റോമിക് മാസ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. What is atomic mass of nickel? 59. What is atomic mass of chromium? 52. Okay. What is the amount of nickel deposited? 0.3.
ഓക്കെ 0.3 gram. ഓക്കെ, സോ നമുക്ക് തിരിച്ച് ബോർഡിൽ വരാം. വരും മക്കളെ. ഇതാ വരുന്നില്ലേ? അയ്യോ, ഒരു മിനിറ്റ്. സാറിൻ്റെ കീബോർഡ് അല്പ കുഴപ്പക്കാരനാണ്. നല്ല വന്നു. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? സോ W1/W2 is equal to എത്ര മക്കളെ? E1 divided by E2. ഓക്കെ അല്ലേ? What is W1? What is W1? 0.3. Very good. So W2 കണ്ടുപിടിക്കണം. Equal to E1. E1 means ആദ്യത്തെ ആളിൻ്റെ equivalent mass. So നിക്കലിൻ്റെ equivalent mass എത്ര? Atomic mass divided by valency 59 divided by 2 29.5 അല്ലേ? Divided by what is the equivalent mass of chromium? 52 divided by 3 അത്ര 17.5 ആ? 52 by 3 17.333 എങ്കിൽ ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ നിന്ന് W2 കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, 0.3 into 17.33 divided by 29.5. ക്ലിയർ? ഓക്കെ, ചെയ്യാൻ പറ്റുമല്ലോ മക്കളെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 21. ആ നമ്പർ ഇട്ടിട്ട് ഐഡിയ മാത്രം എഴുതി വയ്ക്കുക. എന്നിട്ട് ചെയ്തിട്ട് സാറിന് എന്താണ് അപ്ലോഡ് ചെയ്ത് തരണം. ഡീറ്റെയിൽസ് സാറ് പറയാം. ഓക്കെ, വേഗം ചെയ്യൂ. ചെയ്തോ? എഴുതി വെച്ചോ അത്രയും? ബാക്കി ഫൈനൽ ആൻസർ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഞാൻ മുന്നോട്ട് പോട്ടെ, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 21 നമുക്ക് 25 വരെ എത്തിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കിയാ. ക്വസ്റ്റ്യൻ നമ്പർ 22 എന്താ? 22 A factory produces 40 kilogram of calcium in 2 hours by electrolysis. How much aluminium can be produced by the same current in 2 hours? Very simple. Very simple. Current same ആണ്. Factory produces 40 kilogram of calcium in 2 hours. അപ്പോൾ 40 kilogram കാൽഷ്യം പ്രൊഡ്യൂസ് ചെയ്തു എങ്കിൽ അതേ സമയം കൊണ്ട് അതേ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് എത്ര അലുമിനിയം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താ എൻ്റെ ഐഡിയ? W1/W2 is equal to E1/E2. W1 ഒന്നാമത്തെ ആൾ കാൽഷ്യം, അത് 40 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ സാർ ബോർഡിൽ എഴുതാം, ചുമ്മാ സമയം കളയണ്ട. ഓക്കെ, W1 divided by W2 is equal to E1 divided by E2. ഇത് 40 കിലോഗ്രാം ആണ്, ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഡിവൈഡ് ബൈ W2, അത് കിലോഗ്രാമിൽ കിട്ടുമെന്നേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ആളിൻ്റെ ഇക്വലന്റ് മാസ്, കാൽഷ്യത്തിന് ഇക്വലന്റ് മാസ് 20, അതങ്ങനെ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ വാലൻസി, അറ്റോമിക് മാസ് 40 ഡിവൈഡ് ബൈ 2. ഓക്കെ, ഈ മാസം അല്ല, എൻ്റെ അറ്റോമിക് മാസ് 40 40 ഡിവൈഡ് ബൈ എൻ്റെ വാലൻസി 2. ഇനി രണ്ടാമത്തെ ആൾ അലുമിനിയം ആണ്. അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്ര? 27. ദാറ്റ്സ് ഗുഡ്. 27 ഡിവൈഡ് ബൈ എത്ര? 3. 27/3 എത്ര മക്കളെ? 9. ഓക്കെ, സോ ഇവിടെ നിന്ന് W2 കണ്ടുപിടിക്കാം. W2 is equal to 40 into 9 divided by 20. ഓക്കെ, സോ വെരി സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഹെൽപ്പ് ആവശ്യമില്ലല്ലോ, മുന്നോട്ട് പോട്ടെ. ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ സാറ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോണു. ഒരു മിനിറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. സോ വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 23? How
how much quantity of electricity has to be passed through 200 ml of 0.5 molar copper sulfate solution to completely deposit copper? It's a very good question. ഇത് നമ്മുടെ എന്താണ് ഐഡിയ നമുക്ക് അറിയാമോ എന്നറിയാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് കൺസെപ്റ്റാണ്. സൊല്യൂഷൻ ചാപ്റ്റർ പഠിച്ചവർക്കാണ് ഇത് നന്നായിട്ട് ചെയ്യാൻ പറ്റുക. സൊല്യൂഷൻ ചാപ്റ്ററിൽ ഐഡിയ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്ത് നോക്കാം എന്തായാലും. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ? ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഹാസ് ടു ബി പാസ്ഡ് ത്രൂ 200 ml of 0.5 molar copper sulfate solution to completely deposit copper. ആകെയുള്ള ഇൻഫർമേഷൻ 200 ml of 0.5 molar copper എന്നാണ്. ശരിയല്ലേ? കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ്. വളരെ സിമ്പിളായി പറയാം. 1 gram ഇക്വലന്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ 1 ഫാരഡേ വേണം, അഥവാ 96,500 വേണം. 2 gram ഇക്വലന്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ 2 ഫാരഡേ വേണം, അഥവാ 2 × 96,500 വേണം. അപ്പോൾ നിങ്ങൾ എത്ര ഗ്രാം ഇക്വലൻസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്തെന്ന് കണ്ടുപിടിച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫാരഡേ കിട്ടും, കൂളംബം കിട്ടും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് gram equivalents deposited is equal to number of gram equivalents normality into volume in liter. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സൊല്യൂഷൻ ചാപ്റ്ററിൽ. നമ്പർ ഓഫ് മോൾസ്. സാർ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഈ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ഒരു എയിം ഉണ്ടാവും സാറിന്. അതായത് എൻ്റെ എയിം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന 30 ചാപ്റ്റർ 11th-ലും 12th-ലുമായി പഠിക്കുന്ന 30 ചാപ്റ്ററുകളിൽ എവിടെയെങ്കിലും ഉറപ്പായി ഇത് അപ്ലൈ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ സൊല്യൂഷൻ ചാപ്റ്ററിൽ പഠിപ്പിച്ചു വയ്ക്കുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ എന്നും, നോർമാലിറ്റി പഠിപ്പിച്ചപ്പോൾ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഈക്വൽ ടു നോർമാലിറ്റി ഇൻറ്റു വോളിയം ലിറ്റർ എന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നോർമാലിറ്റിയും മൊളാരിറ്റിയും തമ്മിൽ റിലേഷൻഷിപ്പ് പഠിപ്പിച്ചു. ഓർമ്മയുണ്ടെങ്കിൽ പറയാം. നോർമാലിറ്റി ഇസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു എക്സ്. ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പോൾ ഒന്ന് വന്നേ മക്കളെ. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഇസ് ഈക്വൽ ടു. സാർ ഈ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് പറ. ഇതിനകത്ത് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഹാസ് ടു ബി പാസ്ഡ് ത്രൂ 200 ml of 0.5 molar copper sulfate solution to completely deposit copper. അതല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ അവിടെ 200 ml എന്നുണ്ട്. അതുപോലെ കോപ്പർ സൾഫേറ്റിന്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി 0.5 അല്ലേ മക്കളെ? ഓക്കെ, ശരി. വരൂ, നമുക്ക് ഇവിടെ ബോർഡിൽ വരാം. ഓക്കെ, സോ number of gram equivalents is equal to normality into volume in liter. So what is the normality? You have molarity. So normality is equal to molarity 0.5. X എന്ന് പറഞ്ഞാൽ ആസിഡ് ആണെങ്കിൽ ബേസിസിറ്റി, ബേസ് ആണെങ്കിൽ അസിഡിറ്റി, അതുപോലെ സാൾട്ട് ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് ഈസ് എ സാൾട്ട്. അറ്റ് ദാറ്റ് ടൈം യു സബ്സ്റ്റിറ്റ്യൂട്ട് ടോട്ടൽ പോസിറ്റീവ് ഓർ ടോട്ടൽ നെഗറ്റീവ്. ഇവിടെ Cu2+ ഉണ്ട്, അല്ലെങ്കിൽ SO4 2- ഉണ്ട്. സോ വാട്ട് ഈസ് എ ടോട്ടൽ പോസിറ്റീവ്? 2. സോ വാട്ട് ഈസ് എ ടോട്ടൽ നെഗറ്റീവ്? അതും 2 തന്നെയാണ്. അപ്പോൾ 2 എടുക്കാം. സോ 0.5 × 2 അത് 1 അല്ലേ മക്കളെ? സോ നോർമാലിറ്റി 1 എന്ന് കിട്ടിയിരിക്കുന്നു ഇൻറ്റു വോളിയം ഇൻ ലിറ്റർ. ആൻഡ് വോളിയം 200 ml എന്നാണ്. 200 ml നിങ്ങൾക്ക് ലിറ്റർ ആക്കി പറയാം. എത്ര കിട്ടും? 0.2. കറക്റ്റ് അല്ലേ? ലിറ്ററിലാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം മക്കളെ. 1000 ഡിവൈഡ് കഴിഞ്ഞാൽ 200 ഡിവൈഡ് ബൈ 1000 0.2. അപ്പോൾ 0.2 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് 0.2 ആണ്. 1 gram ഇക്വലന്റ് ആണെങ്കിൽ 1 ഫാരഡേ, 2 gram ഇക്വലന്റ് ആണെങ്കിൽ 2 ഫാരഡേ, 5 gram ഇക്വലന്റ് ആണെങ്കിൽ 5 ഫാരഡേ. എങ്കിൽ 0.2 gram ഇക്വലൻസ് ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, 0.2 ഫാരഡേ ആയിരിക്കും ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. സോ 0.2 ഇൻറ്റു ഫാരഡേ എന്ന് പറഞ്ഞാൽ 96,500 കുളമ്പാണ്. അപ്പം 0.2 × 96,500 കുളമ്പായിരിക്കും ഇതിൻ്റെ ആൻസർ. അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ, ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ബി. അതങ്ങനെ ഓപ്ഷൻ ബി ആവും. കാരണം 0.2-നെ അവിടെ 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു 0 ഇവിടെ അടിച്ചു പോകും. ശരിയല്ലേ? അപ്പോൾ 2 × 9650 എന്ന ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ബോർഡ് നോക്കിയാൽ കാണാം, അല്ല സ്ക്രീൻ നോക്കിയാൽ കാണാം. കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഒന്ന് വന്നേ. ഈ ഐഡിയ ഒക്കെ ക്ലിയർ ആണ്? മനസ്സിലായത് നിനക്ക് നന്നായിട്ട്? മനസ്സിലായോടാ? ഓക്കെ, അപ്പോൾ ഇതൊന്ന് എഴുതി വെച്ചേ മക്കളെ, വേഗാവട്ടെ.
വേഗം. ഓക്കെ, ഇനി 2 ദിവസത്തിനോട് എനിക്ക് പറയേണ്ടതുണ്ട്. എത്രയും വേഗം ചെയ്യൂ പ്ലീസ്. എഴുതി വെച്ചാൽ മതി. ആൻസറിലേക്ക് നമുക്ക് പിന്നീട് പോവാം. എഴുതി? എല്ലാവരും എഴുതിയോ? ആ, ഓക്കേടാ. ശരി, ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് പോകുന്നു. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 24? വാട്ട് കറന്റ് സ്ട്രെങ്ത് ഇൻ ആംപിയർ വിൽ ബി റിക്വയർഡ് ടു ലിബറേറ്റ് 10 gram of iodine from potassium iodide solution in 1 hour? What current in ampere എന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് കറന്റ് ഇൻ ആംപിയർ will be required to liberate 10 gram of iodine from potassium iodide solution in 1 hour. അപ്പോൾ വാല്യൂസ് എല്ലാം ഓർക്കണേ, ഞാൻ ബോൾഡ് മുമ്പ് പറഞ്ഞു തരണം. എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? 10 gram of iodine, അതുപോലെ പൊട്ടാസ്യം iodide ആണ് 1 hour അല്ലേ. എന്താണ് കറണ്ട് ഇൻ ആംപിയർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സെർച്ച് ചെയ്യട്ടെ? സിമ്പിൾ മക്കളെ. W is equal to W is equal to നമ്മുടെ ഇക്വേഷൻ M into I into T divided by 96,500 V അല്ലേ. So what is W? W means the amount of substance deposited, 10 gram. That's good. Is equal to M. What is atomic mass of iodine? 11th പഠിക്കാൻ വരുമ്പോഴേ 35 എലമെന്റുകളുടെ അറ്റോമിക് മാസ് കാണാതെ പഠിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. അതിനകത്ത് അയഡിൻ ഉൾപ്പെടെയാണ് പഠിപ്പിച്ചിരുന്നത്. വല്ല ഓർമ്മയുണ്ടോ നിനക്കൊക്കെ? വെരി ഗുഡ്, വെരി ഗുഡ്. 137 അല്ല, സോറി, 127. ഓക്കെ, 127 into I current in ampere, that is to be calculated, into T time in second. എത്രയായിരുന്നു? 1 hour. 1 hour ആകുമ്പം 1 into 60 into 60 അല്ലേ, ഡിവൈഡഡ് ബൈ 96,500 into V വാലൻസി. ഐഡിന്റെ വാലൻസി 1 അല്ലടാ, 1. ഇതിന്ന് നിങ്ങൾക്ക് ഐ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ചെയ്തോളുമല്ലോ? ഓക്കെ, ഐഡിയ എഴുതി വയ്ക്കുക. എന്നിട്ട് തിരിച്ച് എഴുതിയെങ്കിൽ എഴുതിയെന്ന് പറയൂ. എന്നിട്ട് സാറ് കണ്ടിന്യൂ ചെയ്യാം. ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ആ സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോ പ്രോബ്ലം. എന്റെ കഴുത്ത് വേനിക്കുന്നു. ഞാൻ അവിടെ സ്ക്രീനിൽ വെച്ചിട്ട് അങ്ങോട്ട് നോക്കി. ഓക്കെ, അടുത്ത പറയട്ടാ. So now question number 25. Okay, the 25. How many atoms of hydrogen are liberated at anode, at cathode, when 965 coulombs of charge is passed through water? Simple question. How many atoms of hydrogen are liberated at cathode when 965 coulombs of charge is passed through water? എന്നല്ലേ അതല്ലേ ക്വസ്റ്റ്യൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ മക്കളെ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് ആറ്റംസ്. ഞാൻ ഇന്നലെ നിങ്ങളെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് മോൾസ് N അഥവാ W/M. അതെത്രയാണ്? പറഞ്ഞോ, ശരി തന്നെ. IT ഡിവൈഡഡ് ബൈ 96,500 V. ഓർമ്മയുണ്ടാവും? ഇത് പഠിപ്പിച്ച ഓർമ്മയില്ലേ? നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, W is equal to M into I into T divided by 96,500 V. അല്ല, M ഇപ്പുറത്ത് കൊണ്ടുവന്നു. ആ W/M നെയാണ് നമ്മൾ N എന്ന് വിളിക്കുന്നത്. IT divided by 96,500 V. ഓക്കെ, സോ നമ്പർ ഓഫ് ആറ്റംസ് എത്ര? IT divided by 96,500 V into എത്ര മക്കളെ? അവഗാഡ്രോ നമ്പർ. ഇതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ വാ. How many atoms of hydrogen are liberated at cathode when 965 coulombs of charge is passed through water? വന്നേ മക്കളെ, I into T ആണ് ചാർജ്, അതാണ് 965, ശരിയല്ലേ? Divided by 96,500 into what is the valency of hydrogen? 1 into what is Avogadro number? 6.02 into 10 raised to 23. ഈസി ആയിട്ട് ചെയ്ത ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, ശരിയല്ലേ മക്കളെ? ഓക്കെ, ചെയ്ത ആൻസർ കണ്ടുപിടിച്ചോളൂല്ലോ.
എന്തോ ഇത് നമുക്ക് പറ. ഇല്ല ഇല്ല, അത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് മക്കളെ. എൻ ഓഫ് ഫിസിക്കൽ ടു ഐ ടി എന്ന് പറയുന്നതിലുള്ള എൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇലക്ട്രോൺസ്. പിന്നെ ഇത് നമ്പർ ഓഫ് ആറ്റംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതും ഇതും ഒന്നല്ല. ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ ഓക്കെ, ജസ്റ്റ് അപ്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താണ്, ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അവസാനിപ്പിക്കുവാണ്. അപ്പം നിങ്ങൾ അതിനുശേഷം ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ ശരി. അപ്പോൾ യൂട്യൂബിൽ കണ്ടവർ അവിടെ തന്നെ ഉണ്ടല്ലേ? അപ്പോൾ എന്താണ്, അവർ തിരിച്ച് ഒന്ന് ഗൂഗിൾ മീറ്റിൽ വരുമോ? ഓക്കെ ശരി, ഞാൻ റെക്കോർഡിങ് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ വേണ്ടത് പറയാം. ശ്രദ്ധിച്ചു എല്ലാവരും. ഇപ്പോൾ അടുത്ത ക്ലാസ് വീണ്ടും അടുത്ത ക്ലാസ് ഞാൻ മെസ്സേജ് അയക്കല്ല, നമ്മളെ റെഗുലർ ടൈമിന് ക്ലാസ് ഉണ്ടാവും. വെനസ്ഡേ ആകുമ്പോഴത്തേക്കും മൊബൈൽ ആപ്ലിക്കേഷനിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വീഡിയോ, എല്ലാ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഫെമിലിയർ ആയി കഴിഞ്ഞിരിക്കണം. മൊബൈൽ ആപ്ലിക്കേഷനിൽ പിന്നെ ലോഗിൻ പാസ്വേഡും ഡിഫിക്കൽട്ടീസും ഞാൻ സോൾവ് സെറ്റ് ഫുൾ വീഡിയോസ്, സൊല്യൂഷൻ ഫുൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ കഴിയാത്തവർ നിങ്ങൾ എന്നെ വിളിക്കുക. പബ്ലിക് സ്റ്റോറിലും വിസിറ്റർ ബാച്ചിലും ഒക്കെ കിടക്കുന്നവരുണ്ട്. നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ ബാച്ച് കറക്റ്റ് ആക്കുക, എങ്കിലേ നിങ്ങളുടെ അതെല്ലാം വരുള്ളൂ. ഹോംവർക്ക് ഞാൻ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, അതൊക്കെ നോക്കണം. നോട്ടിഫിക്കേഷൻസ് ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ, അതെല്ലാം നോക്കുക. അതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ സ്ഥലമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഒരു ഷോർട്ട് വീഡിയോ നാളായിട്ട് അയച്ചു തരാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. എൻട്രൻസ് ക്വസ്റ്റ്യൻസ് കുറേ ടോപ്പിക്ക് നന്നായി പഠിച്ചു കഴിഞ്ഞു. അതെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. താമസിച്ച് അഡ്മിഷൻ ആയവരുണ്ട്, അവർക്ക് സോൾവ് സെറ്റ് ക്വസ്റ്റ്യൻ റെക്കോർഡ് സെഷൻ അവിടെ ഉണ്ട്, അതിൽ കിടപ്പുണ്ട്. ലൈവ് വേണമെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ടാവും, അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വരും, അതിനുശേഷം ആയിരിക്കും ലൈവ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഏതെങ്കിലും സ്കൂളിൽ ഓർഗാനിക് പഠിപ്പിച്ചു തുടങ്ങിയെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓർഗാനിക്കിൻ്റെ സെഷൻസ് എടുക്കാനുള്ള ഐഡിയ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അപ്പം ആപ്ലിക്കേഷൻ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം, പിന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്നെ വിളിക്കുക, എന്നിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ടാവും, ഫോൺ വിളിക്കാനും ഡീറ്റെയിൽസും അതിനൊക്കെ വരുന്നുണ്ടാവും. അതെല്ലാം അതുപോലെ ചെയ്യുക. നാളെ വൈകുന്നേരം മെസ്സേജ് വരത്തുള്ളൂ. പിന്നെ സ്റ്റേറ്റ് സിലബസുകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും 5 മണി മുതൽ 6 മണി വരെ യൂട്യൂബിൽ ലൈവായി നമ്മൾ ഫോക്കസ് ഏരിയ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയാം. പിന്നെ ഞാൻ ലിങ്ക് അയച്ചു തരുന്നുണ്ടാവും നാളെ 5 o'clock മുമ്പേ. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് തന്നെ ലിങ്ക് വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. എന്നിട്ട് 5 മണിയാകുമ്പോഴത്തേക്കും ആ ലൈവിൽ വരിക കേട്ടോ. 6 മണി വരെ 1 മണിക്കൂറേ ഉള്ളൂ. എല്ലാ ദിവസവും ഉണ്ട്, മൺഡേ ടു ഫ്രൈഡേ 5 ദിവസം 5 മണിക്കൂർ. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ 2 ചാപ്റ്ററൊക്കെ ഡിസ്കസ് ചെയ്ത് തീരും. അങ്ങനെ ഈ ജൂണും ജൂലൈയും കൊണ്ട് തന്നെ നമ്മളെല്ലാം തീർക്കും. എന്നിട്ട് ഒരു റിവിഷൻ സെഷനും കൂടെ ഓഗസ്റ്റിൽ അറേഞ്ച് ചെയ്ത് തരാം. സെപ്റ്റംബറിൽ എക്സാമിനേഷൻ ഫുൾ വാങ്ങിക്കണം. ഓക്കെ 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 ശരി. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് നൈറ്റ്.